യെസ്, PDF കാണുന്നുണ്ടല്ലോ അല്ലേ? സൂം ചെയ്യാം. PDF സ്ക്രീനിൽ വിസിബിൾ ആണല്ലോ. റൈറ്റ്. സോ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴിഞ്ഞ മെന്റർഷിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകൾ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടവർക്ക് മാത്രമേ വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇനി കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം കാണുക, എന്നിട്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒന്നുകൂടി കണ്ടാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ 6ാമത്തെ ലെക്ചറാണ് മോഡേൺ ഇന്ത്യയുടെ. ലെക്ചർ 6, ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ആൻഡ് ബ്രിട്ടീഷിന്റെ എക്കണോമിക് ഇമ്പാക്ട് ഇൻ ഇന്ത്യ. നമ്മളെല്ലാം വളരെ ഭംഗിയായി പഠിക്കും. ഓക്കെ, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുക, അല്ലാതെ ചുമ്മാ കാണാപ്പാടമായിരിക്കില്ല നിങ്ങൾ പഠിക്കുക. അത് ഞാൻ ഉറപ്പുതരാം. കോൺസെപ്റ്റ് ഞാൻ പറയല്ലേ, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ എവറിത്തിങ് ഈസ് ഈസി. സോ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ അല്ലെ, നമ്മൾ പഠിച്ചു. ബ്രിട്ടീഷുകാരുടെ യുദ്ധവും അല്ലെ, ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെ, പല രീതിയിൽ ഇന്ത്യൻ ടെറിട്ടറീസ് അവർ പിടിച്ചടക്കി അല്ലെ. സോ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഡയറക്റ്റ് ആയിട്ട് യുദ്ധം ചെയ്ത് ബംഗാള്, മൈസൂര്, മറാത്താസ്, പഞ്ചാബ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, ഡയറക്റ്റ് കോൺക്വസ്റ്റ്. അതിനുശേഷം റിംഗ് ഫെൻസ് പോളിസി അല്ലെ. റിംഗ് ഫെൻസ് പോളിസി ഒരു ബഫർ സ്റ്റേറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാം. ബഫർ സ്റ്റേറ്റ്, ബഫർ സോൺ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. റിംഗ് ഫെൻസ് പോളിസി എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുകയാണെങ്കിൽ വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദി റിംഗ് ഫെൻസ് പോളിസിയാണ്. ഡോക്ട്രിൻ ഇംപ്ലിമെന്റഡ് ബൈ വാരൻ ഹാസ്റ്റിംഗ് എയിംഡ് ടു ക്രിയേറ്റ് ബഫർ സോൺ അല്ല. ബഫർ സോൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബൈ ഡിഫെൻഡിങ് ദി ഫ്രോണ്ടിയേഴ്സ് ഓഫ് ദ നെയ്ബറിംഗ് സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടെറിട്ടറി വിത്ത് ദോസ് ഓഫ് ബിയറിംഗ് ദ കോസ്റ്റ് ഓഫ് ദയർ ഡിഫൻസസ് അല്ലെ. അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബഫർ സോൺ, ബഫർ സ്റ്റേറ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം സബ്സിഡറി അലയൻസ് അല്ലെ, സബ്സിഡറി അലയൻസ് ബൈ ലോർഡ് വെല്ലസ്ലി അല്ലെ. സബ്സിഡറി അലയൻസും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ബൈ ദിസ്, അണ്ടർ ദി സിസ്റ്റം, ഇന്ത്യൻ റൂളേഴ്സ് വെർ ഫോഴ്സ്ഡ് അല്ലെ, ഫോഴ്സ്ഡ് ടു സൈൻ ട്രീറ്റീസ് അല്ലെ. അതായത് കമ്പനിയുടെ ഒരു ആർമി അല്ലെങ്കിൽ ഒരു ബറ്റാലിയൻ ഇവിടെ ഉണ്ടാവും, പെർമനന്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവും അല്ലെ. ഡോണ്ട് അലോ യൂറോപ്യൻ ഫോഴ്സ് അല്ലെ. സബ്സിഡറി അലയൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു. ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നീട് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഒന്നുമില്ല, എനി ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ് റൂളർ വിത്തൌട്ട് എ മെയിൽ ഹെയർ would be annexed by British East India Company, effectively ending the right to choose successor അല്ലെ. അതായത് ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ രാജാവിന് ഒരു മെയിൽ ഹെയർ ഇല്ലെങ്കിൽ അല്ലെ, ഒരു മെയിൽ ഹെയർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ആ ടെറിട്ടറി പിടിച്ചടക്കും, അനക്സ് ചെയ്യും. അതായത് ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ടെറിട്ടറീസ്, പ്രൊവിൻസസ് പിടിച്ചെടുക്കാനുള്ള പല രീതിയിലും അവർ ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനൊരു ഭാഗം തന്നെയാണ് സബ്സിഡറി അലയൻസും ഡോക്ട്രിൻ ഓഫ് ലാപ്സും. സബ്സിഡറി അലയൻസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവഞ്ച്വലി ആ ടെറിട്ടറീസ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരും അല്ലെ. ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അതും പഠിച്ചു അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ബ്രിട്ടീഷ് എന്ത് ചെയ്ത്, ബ്രിട്ടീഷിന്റെ എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ അല്ലെ, ബ്രിട്ടീഷ് എക്സ്പാൻഷൻ. ഇനി മെയിൻസിന് ചോദിക്കുകയാണ് നിങ്ങളോട്, വാട്ട് ആർ ദി മെത്തേഡ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദി പോളിസീസ് യൂസ്ഡ് ബൈ ദി ബ്രിട്ടീഷ് ടു പ്രൊവൈഡ് എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 പോയിന്റ്സുകൾ എഴുതാം. ഓക്കെ, 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഇതാണ് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ റീസൺസ്, ഇതൊക്കെയാണ് ഇത് പിന്നീട് ഇങ്ങനെയായി മാറിയത്. കറക്റ്റ് അങ്ങനെ പഠിക്കാം. അല്ലാതെ ചുമ്മാ സബ്സിഡറി അലയൻസ് കാണാപ്പടം പഠിച്ച് ഈ പറഞ്ഞ പോലെ ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് കാണാപ്പടം പഠിച്ച് അതല്ല. അതിന്റെ റീസൺസ് എന്താണ്, ഇതിന് പിന്നിലുള്ള റീസൺസ് എന്താണ്, അത് മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, സോ സ്റ്റേറ്റ് അനക്സ്ഡ് അണ്ടർ ദി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അല്ല, ഇമ്പോർട്ടന്റ് ആണ്. ക്രോണോളജി ഒക്കെ മനസ്സിലാക്കുക. ഏത് സ്റ്റേറ്റ് ആണ് ആദ്യം പിടിച്ചടക്കിയത് എല്ലാം അല്ലെ, അവസാനം ഏത് സ്റ്റേറ്റ് ആണ് പിടിച്ചടക്കിയത്. ഞാൻ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മാപ്പ് നിങ്ങൾ റീഡ് ചെയ്യുക. ബാഗ്ദാദ്, ഝാൻസി, നാഗ്പൂർ, സതാര, സംബൽപൂർ, ഉദയ്പൂർ എക്സെട്ര എക്സെട്ര. ഓക്കെ, അത് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് പിടിച്ചടക്കിയ സംസ്ഥാനം അല്ലെങ്കിൽ പ്രൊവിൻസ് ഒക്കെ ജസ്റ്റ് ഓർത്തിരിക്കണം കേട്ടോ. അതേപോലെ തന്നെ സബ്സിഡറി അലയൻസ് അല്ലെ, സബ്സിഡറി അലയൻസ് പ്രകാരം സൈൻ ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകളെയും പ്രൊവിൻസുകളുടെയും മാപ്പും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ നോക്കുക അല്ലെ. നിസാം ഓഫ് ഹൈദരാബാദ് ആണ് ഫസ്റ്റ് ആയിട്ട് സൈൻ ചെയ്തത് അല്ലെ, ഫസ്റ്റ് വൺ ടു സൈൻ. തഞ്ചൂർ, മൈസൂർ, പേഷ്വ, ബോൺസ്ലെ, ഹോൾക്കർ, ഗേക്വാഡ്, സ്കിന്ധ്യ, മറാത്ത അല്ല കോൺഫറൻസ് മുഴുവനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ, സബ്സിഡറി അലയൻസ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ.
കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ ഭംഗിയായി നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. റൈറ്റ്. സോ ഇതാണ് അല്ലെ ബ്രിട്ടീഷ് എക്സ്പാൻഷൻ പോളിസി ഇൻ ഇന്ത്യ. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ പോയിന്റിലേക്ക് കിടക്കാം. വാട്ട് ആർ ദി എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ അല്ലെ. ബ്രിട്ടീഷ് എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചു. ഇനി എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ഈ എക്കണോമിക് ഇമ്പാക്ട് പഠിക്കുന്നതിന് മുമ്പ് ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യക്ക് ഒരു എക്കണോമി ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ. ഒരു എക്കണോമി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ സ്റ്റേറ്റിൽ നിന്ന് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വന്ന് മുഴുവനായി തകർത്തു അല്ലെ. എക്കണോമിക് ഇമ്പാക്ട് കറക്റ്റ് ആയിട്ട് പ്രീ ബ്രിട്ടീഷും അല്ലെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം രണ്ടും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും അല്ലെ. അല്ലാതെ ചുമ്മാ കാണാപ്പാടം പഠിക്കൽ മാത്രമല്ല. സോ ബ്രിട്ടീഷ് ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് റൂൾ. വില്ലേജ് കണ്ടീഷൻസ് അല്ലെ, ഡെമോഗ്രഫിക് ഇൻ ദി മിഡ് ഓഫ് ദി 18th സെഞ്ചുറി അല്ലെ. മിഡ് ഓഫ് ദി 18th സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹിസ്റ്ററിയിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇൻ ദ മിഡ് ഓഫ് ദി 18th സെഞ്ചുറി, എൻഡ് ഓഫ് ദി 18th സെഞ്ചുറി, സ്റ്റാർട്ടിംഗ് ഓഫ് ദി 16th സെഞ്ചുറി എന്നൊക്കെയാണ് പറയാ. അതെന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഇൻ ദ മിഡ് ഓഫ് ദി 18th സെഞ്ചുറി വില്ലേജസ് ഹൗസ്ഡ് അറൌണ്ട് 90% ഓഫ് ദ പോപ്പുലേഷൻ അല്ലെ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള ഒരു ചിത്രം. വില്ലേജസ് അല്ലെ, നമ്മുടെ വില്ലേജസ് പോപ്പുലേഷൻ വാസ് 90%. അതേപോലെ തന്നെ പ്രൈമറി ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാം അല്ലെ. ഈ സമയത്തുള്ള പ്രൈമറി അഗ്രികൾച്ചർ അല്ലെ, ഓക്യുപ്പേഷൻ ജോലി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആയിരുന്നു. വിത്ത് ലാൻഡ് ലോർഡ്സ് ആൻഡ് ടെനൻസ് ഗ്രോയിങ് മെയിൻലി ഫോർ സെൽഫ് കൺസെപ്ഷൻ അല്ലെ. സ്വന്തമായിട്ട് വേണ്ടിയിട്ടായിരുന്നു അല്ലെ, സ്വന്തമായിട്ടുള്ള കൺസെപ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇൻ ദി മിഡ് ഓഫ് ദി 18th സെഞ്ചുറി സ്വന്തമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെ. അതായത് സർപ്ലസ് വരുന്ന, സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ശേഷമുള്ള സർപ്ലസ് വരുന്നത് എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കും. പക്ഷെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഫോർ ദി മെയിൻലി ഫോർ ദ സെൽഫ് കൺസെപ്ഷൻ. ആ സമയത്ത് തന്നെ അതർ ഓക്യുപ്പേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആർട്ടീഷ്യൻസ്, വില്ലേജ് ഒഫീഷ്യൽസ്, ഓക്കെ, ലേബറേഴ്സ്, എക്സെട്ര എക്സെട്ര അല്ലെ, മീനിയൽ ലേബേഴ്സ്. സോ അഗ്രികൾച്ചറിന്റെ കൂടെ ഈ ഒക്യുപ്പേഷൻസും ആ സമയത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ബട്ട് പ്രൈമറിലി ഓർത്തിരിക്കുക, പ്രൈമറി അഗ്രികൾച്ചർ ചെയ്യുന്നത് സെൽഫ് കൺസെപ്ഷന് വേണ്ടിയിട്ടാണ് അല്ലെ. ഇതാണ് വില്ലേജിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. സോഷ്യൽ സ്ട്രക്ചർ എന്താണ്? വൺസ് സർ ചാൾസ് മെറ്റിഗവേ ഡിസ്ക്രൈബ്ഡ് ദ വില്ലേജസ് ആസ് ലിറ്റിൽ റിപ്പബ്ലിക്സ് അല്ലെ. ചാൾസ് മെറ്റിഗവേ പറയാണ് ഇന്ത്യൻ വില്ലേജസ് ലിറ്റിൽ റിപ്പബ്ലിക് എന്നാണ് വിളിച്ചിരുന്നത് അല്ലെ. ഈ വിളിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെ, ആ സമയത്ത് നമ്മുടെ ഹൈലൈറ്റിംഗ് ദി ഓട്ടോണമി ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഓഫ് അവർ വില്ലേജസ് അല്ലെ. ആരെയും അല്ലെ സെൽഫ് ആയിട്ട് അല്ലെ, സെൽഫ് ഓട്ടോണമി. നിങ്ങൾക്ക് ഈ ചാൾസ് മെറ്റ്കഫെ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രൈബ്ഡ് ആസ് വില്ലേജ് ലിറ്റിൽ റിപ്പബ്ലിക്സ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മെയിൻസിന് യൂസ് ചെയ്യാം പോയിന്റ് ആയിട്ട്. ഓക്കെ, അപ്പോ ഡിസ്ക്രൈബ്ഡ് വില്ലേജസ് ആസ് ലിറ്റിൽ റിപ്പബ്ലിക്സ് ഹൈലൈറ്റിംഗ് ദെയർ ഓട്ടോണമി ആൻഡ് സെൽഫ് സഫിഷ്യൻസി അല്ലെ. വേറെ ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. വില്ലേജസ് പ്രൊവൈഡഡ് നിയർലി എവറിത്തിങ് റിക്വയർഡ് ഫോർ ദ ഇൻഹാബിറ്റൻസ് അല്ലെ. അതായത് വില്ലേജസിൽ താമസിക്കുന്നവർക്ക്, അതായത് എല്ലാം ഓക്കെ, അവിടെയുള്ള ജനങ്ങൾക്ക്, ആ സമയത്തുള്ള ജനങ്ങൾക്കെല്ലാം വില്ലേജസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഔട്ട്സൈഡിൽ ഒരു കാര്യത്തിന്റെയും ആവശ്യത്തിന്റെയും പർപ്പസ് ആവശ്യമില്ല. സോഷ്യൽ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ അല്ലെ. അർബൻ കണ്ടീഷൻസ് എന്താണ്? അർബൻ ഡ്വല്ലേഴ്സ് അല്ലെ, അർബനിൽ താമസിച്ചവര് 10% അല്ലെ പോപ്പുലേഷന്റെ. അപ് ടു 90% ഓഫ് ദ പോപ്പുലേഷൻ അഗ്രികൾച്ചർ ചെയ്യാൻ വില്ലേജസിലാണ് ഉള്ളത്. ബാക്കി 10% മാത്രമേ അർബൻ അല്ലെ. മൈനസ് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് അർബൻ സെന്റേഴ്സ് എന്തൊക്കെയാണ്? റിലീജിയസ് സെന്റേഴ്സ് ലൈക്ക് അല്ലെ, റിലീജിയസ് സെന്റേഴ്സ് ലൈക്ക് ഗായ, ബനാര ബിക്കം പ്രോമിനന്റ് പിൽഗ്രിമേജ് സൈറ്റ്. ഓക്കെ, അർബൻ സെന്റേഴ്സിന്റെ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു, ഡൽഹി, ആഗ്ര, ലക്നൗ. കൊമേഴ്ഷ്യൽ ഹബ്ബുകൾ ഉണ്ടായിരുന്നു, സൂറത്ത് ആൻഡ് ഹൂബ്ലി. വൈറ്റൽ ട്രേഡിംഗ് ആൻഡ് പോർട്ട് സെന്റേഴ്സ് അല്ലെ. സോ ഇതായിരുന്നു ആ ഒരു കണ്ടീഷൻ. ദെൻ അഗ്രികൾച്ചർ. ഫാമേഴ്സ് കൾട്ടിവേറ്റഡ് ക്രോപ്പ് ഫോർ സസ്റ്റനൻസ് അല്ലെ, സെൽഫ്, സ്വയം ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ. ആൻഡ് ഷെയർഡ് ദെയർ സർപ്ലസ് വിത്ത് വില്ലേജ് ആർട്ടീഷ്യൻസ് അല്ലെ. നമ്മളത് ഡിസ്കസ് ചെയ്തു അല്ലെ ഓൾറെഡി. നമ്മുടെ സ്വയമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ അല്ലെ, മിഡ് ഓഫ് ദി 18th സെഞ്ചുറി. ബാക്കി വരുന്ന സർപ്ലസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ത് ചെയ്യും? ആർട്ടീഷ്യൻസിനും ബാക്കിയുള്ളവർക്ക് കൊടുക്കും. ഇത് തന്നെ ഇന്നഫ് ആയിരുന്നു അല്ലെ, സെൽഫ് ആവശ്യത്തിന് ഇത് തന്നെ ഇന്നഫ് ആയിരുന്നു. അഗ്രികൾച്ചറൽ ഗ്രോത്ത് വാസ് ലിമിറ്റഡ് ഡ്യൂ ടു റിലയൻസ് ഓൺ ദ മൺസൂൺ. ഓക്കെ, മൺസൂണിന്റെ കാര്യം പറയുന്നത്. ക്രോപ്സ്, ഫുഡ് ക്രോപ്സ്
റൈസ്, വീറ്റ്, ബജ്റ, ജോവർ, മൈനർ, സിറിയൽസ്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ക്രോപ്പ് ജൂട്ട്, റോ കോട്ടൺ, ഗ്രൗണ്ട് നട്ട് അല്ലെ. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഈ കൊമേഴ്ഷ്യൽ ക്രോപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതൊക്കെ നമുക്ക് പഠിക്കാം. സോ ബേസിക്കലി ഈ ഒരു സ്ട്രക്ചർ മനസ്സിലായല്ലോ അല്ലെ. റൈറ്റ്, ദിസ് വേർ ദ സിറ്റുവേഷൻ ഓഫ് ദി ഇന്ത്യൻ വില്ലേജസ്. സംശയമില്ലല്ലോ അല്ലെ, സിമ്പിൾ അല്ലേ. 9th 8th NCERT ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ ട്രേഡ്, നമ്മൾ വില്ലേജസിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി. അതേപോലെ തന്നെ ട്രേഡ് ഇൻ പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ അല്ലെ. വ്യാപാരം എങ്ങനെയായിരുന്നു അല്ലെ. വ്യാപാരവും ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ വരുന്നതിന് മുമ്പ്. എക്സ്റ്റെൻസീവ് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് കണക്റ്റഡ് ഏഷ്യ ആൻഡ് യൂറോപ്പ് വിയ ലാൻഡ് ആൻഡ് മറൈറ്റൈം റൂട്ട്സ് അല്ലെ. എക്സ്റ്റെൻസീവ് ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ആയിട്ടുള്ള ട്രേഡുകൾ ഉണ്ടായിരുന്നു കണക്ടിങ് ഏഷ്യ ആൻഡ് യൂറോപ്പ്. അതേപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ? കോട്ടൺ, ടെക്സ്റ്റൈൽസ്, റോ സിൽക്ക്, ഇൻഡിഗോ അല്ലെ. ഇൻഡിഗോ ഒക്കെ നമുക്ക് ഡീപ്പായിട്ട് ഇനിയും പഠിക്കാനുണ്ട്. ഓപ്പിയം, റൈസ്, വീറ്റ്, ഷുഗർ, പെപ്പർ, സ്പൈസസ്, പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് ഡ്രഗ്സ് അല്ലെ. എക്സ്പോർട്ടഡ് ഐറ്റംസ്. ഇമ്പോർട്ടഡ് ഐറ്റംസ് അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്കും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പേൾസ്, വൂൾസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് ആൻഡ് റോസ് വാട്ടർ ഫ്രം പേർഷ്യ, കോഫി ആൻഡ് ഗോൾഡ് ഫ്രം അറേബ്യ, ടീ ആൻഡ് ഷുഗർ ഫ്രം ചൈന, മെറ്റൽസ് ആൻഡ് പേപ്പർ ഫ്രം യൂറോപ്പ്. ഓക്കെ, എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇൻഫാക്ട് ഇനി പ്രിലിംസിന്റെ ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെ മതി അല്ലെ. ഏതൊക്കെ രാജ്യത്തു നിന്നാണ് ഇന്ത്യ അല്ലെ ഇമ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ 18th സെഞ്ചുറിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതും അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ട്രേഡ് ബാലൻസ്, ഇന്ത്യ ഹാഡ് എ ഫേവറബിൾ ട്രേഡ് ബാലൻസ് എക്സ്പോർട്ടിംഗ് മോർ ദൻ ഇമ്പോർട്ട്. അതായത് ആ സമയത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു ഫേവറബിൾ ഔട്ട്കം ആണുള്ളത് അല്ലെ. ട്രേഡ് സർപ്ലസ്, ഇപ്പോഴാണെങ്കിൽ നമ്മൾ ട്രേഡ് സർപ്ലസ് എന്ന് പറയും അല്ലെ. ട്രേഡ് സർപ്ലസ് എക്കണോമിക്സ് ആണ് അല്ലെ. അതായത് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്. ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം കയറ്റുമതിയാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അല്ലെ, ഇറക്കുമതിയേക്കാൾ അല്ലെ, ഒരു രാജ്യത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിയേക്കാൾ കൂടുതൽ കയറ്റുമതിയാണ് ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണ്, ട്രേഡ് സർപ്ലസ് ആണ്. നേരെ മറിച്ച് ഒരു രാജ്യത്തിൽ ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, പക്ഷെ അതിനനുസരിച്ചുള്ള കയറ്റുമതികളില്ല, ആ സമയത്ത് ട്രേഡ് ഡെഫിസിറ്റ് ആവും. ബേസിക് കോൺസെപ്റ്റ് ആണ് അല്ലെ. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല, നെഗറ്റീവ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സമയത്ത് ഇന്ത്യ വാസ് ഹാവിംഗ് ട്രേഡ് അല്ലെ, ഫേവറബിൾ ട്രേഡ് ബാലൻസ്, എക്സ്പോർട്ടിംഗ് മോർ ദൻ ഇമ്പോർട്ടിംഗ് അല്ലെ. ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എക്സ്പോർട്ടിംഗ് ആണ് അല്ലെ. വൈൽ വി ആർ കമ്പയറിംഗ് വിത്ത് 2 കൺട്രീസ്, ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാണ്, കയറ്റുമതി ചെയ്യാണ്, ഇമ്പോർട്ട് ചെയ്തതിനേക്കാൾ കുറവായിട്ട് അല്ല, ഇമ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പൊ രാജ്യത്തിന് അത് പോസിറ്റീവ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലോ. റൈറ്റ്, ആയിരിക്കും സംശയം ഉണ്ടോ ഞാനിപ്പം പറഞ്ഞൊരു കോൺസെപ്റ്റ്? കയറ്റുമതിയും ഇറക്കുമതിയും എക്കണോമിക്സിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ അത് പഠിക്കാനുണ്ട്. റൈറ്റ്, ആർക്കെങ്കിലും ക്ലിയർ ആണോ? ട്രേഡ് ബാലൻസ്, എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും, കയറ്റുമതിയും ഇറക്കുമതിയും. ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഐ തിങ്ക് അത് ക്ലിയർ ആണെന്ന്. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസ് ഇൻ പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ, ഹാൻഡ് ക്രാഫ്റ്റ്, അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിന്റെ കാര്യവും പറയണം. ഓക്കെ, പ്രീ ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷുകാരുടെ മുമ്പ് വരുന്നതിന് മുമ്പുള്ള സിറ്റുവേഷൻ. ഹാൻഡ് ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂട്ടഡ് 6% ടു ദി GDP ഇൻ ദി 18th സെഞ്ചുറി. ജജ്മാനി സിസ്റ്റം, ഓക്കെ, കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടേമുകളാണ്. ജജ്മാനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആർട്ടിഷ്യൻസ് ക്രിയേറ്റഡ് ഗുഡ്സ് ഫോർ ലോക്കൽ കൺസപ്ഷൻ. ഓക്കെ, ആർട്ടിഷ്യൻസ് എന്ത് ചെയ്യും? ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അത് ലോക്കൽ കൺസപ്ഷന് വേണ്ടിയിട്ടായിരിക്കും. അതിനാണ് ജജ്മാനി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്ത കർഖനാസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസ്ഡ് ലക്ഷറി ഐറ്റംസ് ഫോർ റോയാലിറ്റി ആൻഡ് നോബിലിറ്റി അല്ലെ. കർഖനാസ് ലക്ഷറി ഐറ്റംസ് ആയിരിക്കും, റോയാലിറ്റിക്കും നോബിലിറ്റിക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ. ദദിനി സിസ്റ്റം, മെർച്ചന്റ്സ് അഡ്വാൻസ്ഡ് ക്യാഷ് ടു ആർട്ടിഷ്യൻസ് ഫോർ സ്പെസിഫിക് ഗുഡ്സ് അല്ലെ. ഇന്ന ഗുഡ്സ് മെർച്ചന്റ്സ് പറയും അല്ലെ, നിങ്ങൾ ഇത് ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ട് മാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് കാശും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവരോട് അത് ഉണ്ടാക്കാൻ പറയും. അതാണ് ദദിനി സിസ്റ്റം. ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ, പേരുകളൊക്കെ മേ ബി ചോദിക്കാം, സാധ്യതയുണ്ട്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വാസ് വെരി പ്രോമിനന്റ് ഡ്യൂറിംഗ് ദിസ് പീരീഡ് അല്ലെ. വെരി പീരീഡ് സെന്റേഴ്സ് ധാക്ക, സൂറത്ത്, അഹമ്മദാബാദ്, ലക്നൗ. ഷിപ്പ് ബിൽഡിംഗും ആ സമയത്ത് ഇന്ത്യയെ കൺസിഡർ ചെയ്തിട്ട് ഇറ്റ് വാസ് ദ ലീഡിംഗ് ഷിപ്പ് ബിൽഡിംഗ്
അല്ല, ഇന്ത്യ വാസ് ലീഡിംഗ് ഷിപ്പ് ബിൽഡേഴ്സ് വിത്ത് സെന്റേഴ്സ് ഇൻ ബോംബെ, സൂറത്ത്, തുതികോൺ. അല്ലെ, ഷിപ്പ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണ് കേട്ടോ. ഇന്ത്യൻ ഷിപ്പ് വെയർ ചീപ്പർ ദെൻ ദാറ്റ് ഓഫ് ബ്രിട്ടീഷ് യൂറോപ്യൻ ഷിപ്സ്. അല്ലെ, അതേപോലെ തന്നെ വാഡിയ ഗ്രൂപ്പാണ് ആ സമയത്ത് ഷിപ്പ് ബിൽഡിങ്ങിന്, അല്ലെ, ഈ ഗ്രൂപ്പാണ് ഷിപ്പ് ബിൽഡിങ്ങിന് ഏറ്റവും കൂടുതൽ ലെഡ് ചെയ്തത് ആ സമയത്ത്. ഓക്കെ, വാഡിയ ഗ്രൂപ്പ് ഷിപ്പ് ബിൽഡിംഗ്, അല്ല, ഷിപ്പ് ബിൽഡിംഗുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് വാഡിയ ഗ്രൂപ്പ്. അതേപോലെ തന്നെ മെറ്റലർജി ആൻഡ് അതർ ഇൻഡസ്ട്രീസ്, വുഡ്സ്, സ്റ്റീൽസ്, ഹൈ ഗ്രേഡ് മെറ്റൽ വാസ് ഹൈലി വാല്യൂഡ് ഗ്ലോബലി. സോ നിങ്ങൾക്ക് ബേസിക്കലി, അല്ലെ, ഒരു പിക്ചർ തരികയാണ് എന്ത് ഇന്ത്യയുടെ സിറ്റുവേഷൻ ബിഫോർ ദി ബ്രിട്ടീഷ് അറൈവൽ. അല്ലെ, അതായത് ഇന്ത്യ ബേസിക്കലി നമുക്ക് പറയാം, അല്ലെ, ഇന്ത്യ സെൽഫ് സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു എക്കണോമി ആയിരുന്നു. അല്ലെ, അഗ്രികൾച്ചർ ഒക്കെ സ്വയമായി ഉണ്ടാക്കി, അല്ലെ, നല്ല രീതിയിൽ ട്രേഡും കാര്യങ്ങളൊക്കെ പോകുന്ന, നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടും അതേ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. അല്ലെ, അതായത് ഇറ്റ് വാസ് വൺ ഓഫ് ദി വെൽത്തിയസ്റ്റ് നേഷൻ അറ്റ് ദാറ്റ് ഡ്യൂറിംഗ് പീരീഡ്. അല്ലെ, അറ്റ് ദാറ്റ് പീരീഡ് ഓഫ്. ക്ലിയർ അല്ലേ? ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, അല്ലെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അല്ലെ, ദിസ് വാസ് ദി ബാക്ക്ഗ്രൗണ്ട്. അതായത് ഇന്ത്യ സെൽഫ് സസ്റ്റെയിൻ ആയിട്ട് ഹാപ്പി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. റൈറ്റ്. ഇനി ഇത്രയും സന്തോഷമായി, അല്ലെ, ഇത്രയും നല്ല രീതിയിൽ ട്രേഡിങ്ങും കാര്യങ്ങളും വില്ലേജിന്റെ കണ്ടീഷനും അഗ്രികൾച്ചറും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ബ്രിട്ടീഷൻസിന്റെ അറൈവലോടുകൂടി സംഭവങ്ങളൊക്കെ തലകീഴായി മറിയുന്നു. അല്ലെ, അതാണ് നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്നത്. സോ വി ആർ കണക്ടിങ് ദി തിങ്സ്. അല്ലെ, ഇനി എന്തൊക്കെ നശിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഈ പഠിച്ചത് തന്നെ നമുക്ക്, അല്ലെ, അതിന്റെ ഒരു തുടർച്ചയായിട്ടായിരിക്കാം ഇവിടെ ഉണ്ടാവുക. അല്ലെ, യെസ്. സിഗ്നിഫിക്കന്റ് അഗ്രികൾച്ചർ ചേഞ്ചസ് ആഫ്റ്റർ ദ ബ്രിട്ടീഷ്. ന്യൂ ലാൻഡ് റവന്യൂ പോളിസീസ് ആൾട്ടേർഡ് ദി ഓണർഷിപ്പ്. പെർമനന്റ് സെറ്റിൽമെന്റ് പഠിക്കാനുണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാം. പെർമനന്റ് സെറ്റിൽമെന്റ്, ന്യൂ ലാൻഡ് റവന്യൂ സിസ്റ്റം, റൈറ്റ്വാരി ആൻഡ് മഹൽവാരി സിസ്റ്റം. അല്ലെ, ബേസിക്കലി ഇത് മൂന്നുമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ലാൻഡ് റവന്യൂ പോളിസീസ് ആൾട്ടർ ദി ഓണർഷിപ്പ്. അല്ലെ, സെൽഫ് സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു എക്കണോമിയിൽ വന്ന് ബ്രിട്ടീഷിന്റെ ചേഞ്ചസ്. ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ. അല്ലെ, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ പീസായി മുറിഞ്ഞു പോവുക. ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ. ബ്രിട്ടീഷ് പോളിസീസ് ലെഡ് ടു ഡി ഇൻഡസ്ട്രിയലൈസേഷൻ, പുഷിംഗ് പീപ്പിൾ ടുവേർഡ്സ് അഗ്രികൾച്ചർ, റിസൾട്ടിംഗ് ദ ലാൻഡ് സബ്ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. എന്താണെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷിന്റെ കുറെ പോളിസീസ് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ആയിട്ടുണ്ട്. അല്ലെ, ബ്രിട്ടീഷ് ചീപ്പായിട്ട് ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അല്ലെ, അപ്പൊ ഇവിടുന്ന്, അല്ലെ, ലോക്കലി കൈകൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെഷീൻ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇറക്കുന്നു. അത് ഡെഫിനറ്റ്ലി അതെന്ത് ചെയ്യും, നമ്മുടെ ഇൻഡസ്ട്രീസിനെ ബാധിച്ചു. ഡി ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സ് എന്ത് ചെയ്തു, വർക്കേഴ്സ് ഉണ്ടാവല്ലോ, അവിടെയുള്ള വർക്കേഴ്സ്, അല്ലെ, വർക്കേഴ്സ് എന്ത് ചെയ്തു, ദേ റിട്ടേൺഡ് ബാക്ക് ടു വില്ലേജ്. അവര് വില്ലേജിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലെ, അപ്പൊ വില്ലേജിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഓൾറെഡി എന്താണ്, അല്ലെ, ഈ പറഞ്ഞ വ്യക്തിയുടെ ചേട്ടന് അവിടെ 1 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചോ, പുള്ളി അവിടെ കൃഷി ചെയ്യാണ്. അപ്പൊ ഈ തിരിച്ചു വരുന്ന ഈ വ്യക്തി എന്ത് ചെയ്യും, നേരെ, അല്ലെ, പകുതി കൊടുക്കേണ്ടി വരും. അല്ലെ, അവിടെ ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ സംഭവിക്കും, സബ് ഡിവിഷൻ സംഭവിക്കും. അല്ലെ, ഈ ഒരു പ്രോസസ്സ് ഉടനീളം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പീരീഡിൽ. ബ്രിട്ടീഷിന്റെ പോളിസീസിൽ അർബൻസ് ഇതിലുണ്ടായിട്ടുള്ളവർ തിരിച്ച് വില്ലേജസിലേക്ക് വരുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി വില്ലേജസിൽ ഉണ്ടായിട്ടുള്ള ലാൻഡ് അവർക്ക് വീതിച്ചു കൊടുക്കണമല്ലോ, അവർക്കും, അല്ലെ, കൃഷി ചെയ്യണം, പൈസ ഉണ്ടാക്കണം. അല്ലെ, ആ ഒരു രീതിയിൽ. പിന്നീട് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. അല്ലെ, ഫോക്കസ് ഷിഫ്റ്റഡ് ഫ്രം ക്യാഷ് ക്രോപ്പ്. അല്ലെ, ഫുഡ് ക്രോപ്പിൽ നിന്ന് ബേസിക്കലി ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്ക്, ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സ്, ഇതിലേക്കുള്ള ഒരു ജേർണിയാണ്. അല്ലെ, ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഇമ്പാക്ട് ദി ഫുഡ് സെക്യൂരിറ്റി. ഇവിടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലെ, കൊമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഇമ്പാക്ട് ദി ഫുഡ് സെക്യൂരിറ്റി ഇൻ ദി കൺട്രി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ എൻട്രി ഓഫ് മിഡിൽ മാൻ, ഇന്റർമീഡിയറി എക്സ്പ്ലോയിറ്റഡ് ദ ഫാമേഴ്സ്. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ബ്രിട്ടീഷ് ഇമ്പാക്ട്, സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഇൻ ദ കൺട്രി. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡീപ്പായിട്ട് പഠിക്കുന്നു. ഓരോ പോയിന്റുകളും നമ്മൾ ഡീപ്പായി പഠിക്കാൻ പോകുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ലാൻഡ്
സോറി, ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ്. റൈറ്റ്, ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസ്. ഫസ്റ്റ്, പെർമനന്റ് സെറ്റിൽമെന്റ്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ആ ഒരു സീക്വൻസസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തന്നെ. ആ ഒരു ട്രാൻസിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ഓക്കെ, ഗുഡ്. യെസ്, മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ, ബ്രിട്ടീഷ് ലാൻഡ് റവന്യൂ പോളിസീസിനെ കുറിച്ചാണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആണ്, സിംഹം. ബേസിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 1765 ദിവാനി റൈറ്റ് അല്ലെ, ബംഗാൾ, ബീഹാർ, ഒറീസയിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് ടാക്സും അല്ലെ, ഈ പറഞ്ഞ പോലെ ലാൻഡ് സൂപ്പർവിഷൻ ഒക്കെ പെർമിഷൻ കിട്ടുകയാണ് അല്ലെ, റോബർട്ട് ക്ലൈവിന്റെ കാലഘട്ടത്തിൽ. അതിന്റെ ഇതൊരു തുടർച്ച തന്നെയായിട്ടാണ് ഈ പറഞ്ഞ പോലെ പെർമനന്റ് സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, യു ഹാവ് ടു ലിങ്ക് ദാറ്റ് തിങ്. ഫസ്റ്റ് പെർമനന്റ് സെറ്റിൽമെന്റ് 1793. 1990-കളിൽ 1790 1790 ഗവർണർ ജനറൽ കോൺവാലിസ് അനൗൺസ്ഡ് 10 വർഷം അല്ലെ, ഡിസീനിയൽ 10-year സെറ്റിൽമെന്റ് വിച്ച് ഇവോൾവ്ഡ് ഇൻ ടു പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് 1793 അല്ലെ. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. 1790-ൽ കോൺവാലിസ് ആണ് അനൗൺസ് ചെയ്തത് ഒരു 10 വർഷത്തെ സെറ്റിൽമെന്റ്. അത് പിന്നീട് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് അറിയപ്പെടുകയായി അല്ലെ. പെർമനന്റ് സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? സിമ്പിൾ പേരാണ്. ജമീന്ദാരി സിസ്റ്റം അല്ലെ. യെസ്, ജമീന്ദാരി, വെരി ഗുഡ്. ജമീന്ദാരി സിസ്റ്റം. ചിലപ്പോൾ എക്സാമിന് ജമീന്ദാരി സിസ്റ്റം എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ അത് പെർമനന്റ് സെറ്റിൽമെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഏരിയ അണ്ടർ ദിസ് സിസ്റ്റം ഇൻക്ലൂഡ് 19%, മെയിൻലി ഇൻ ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ഓക്കെ, ബംഗാൾ, ബീഹാർ, ഒറീസയിലാണ് പെർമനന്റ് സെറ്റിൽമെന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഹെറിഡിറ്ററി റൈറ്റ്സ് അല്ലെ. ഇതെന്താണ്? ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ മാൻ അവിടെ ഉണ്ടാവും അല്ലെ. ഫാമറും ഈ ബ്രിട്ടീഷ് കമ്പനിക്കും ഇടയിൽ ഒരു ജമീന്ദാർ ഉണ്ടാവും അല്ലെ, കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതാണ് ജമീന്ദാരി സിസ്റ്റം. ഇത്രയേ ഉള്ളൂ. ഇന്റർമീഡിയറി വിൽ ബി ദർ. ഹെറിഡിറ്ററി റൈറ്റ്സ് അല്ലെ. എന്താണ്? ജമീന്ദാസ് ഗെയിൻഡ് ഹെറിഡിറ്ററി റൈറ്റ് ടു സെൽ ആൻഡ് ട്രാൻസ്ഫർ ഓണർഷിപ്പ് അല്ലെ. അപ്പൊ ജമീന്ദാരിക്ക് ഹെറിഡിറ്ററി റൈറ്റ്സ് ഉണ്ട്, അവരുടെ ടു സെൽ ആൻഡ് ട്രാൻസ്ഫർ ലാൻഡ്. എന്താണ്? ജമീന്ദാസ് ഹാഡ് ടു പേ 10/11 ഓഫ് ദ റവന്യൂ ടു ദ ഗവൺമെന്റ്, റീറ്റൈനിങ് 1/11 അതെന്താ അറിയോ? അതായത് 11/10 ഷെയറും എന്ത് ചെയ്യണം? ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷ് കമ്പനിക്ക് കൊടുക്കണം. അതിൽ 1/11 ഷെയർ മാത്രമേ ജമീന്ദാസിന് കിട്ടുള്ളൂ ആസ് എ സർവീസ് ഫീ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ചിലപ്പം PSC ഡെപ്തിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഷെയറും കാര്യങ്ങളൊക്കെ ചോദിക്കാം, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആക്കണമെങ്കിൽ. സൺസെറ്റ് ലോ ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് ദി പെർമനന്റ് സെറ്റിൽമെന്റ്. എന്താണ്? ഫിക്സ്ഡ് പേയ്മെന്റ് ഡെഡ് ലൈൻസ് ഉണ്ട് അല്ലെ. ഇന്ന രീതിയിൽ ഇത്ര എമൗണ്ട് തന്നിരിക്കണം ഫാമേഴ്സ്. അങ്ങനെയല്ലെങ്കിൽ ഫെയിലിയർ വിൽ ബി റിസൾട്ടഡ് ഇൻ ടു ദി ഓപ്ഷനിങ് ഓഫ് ദ ജമീന്ദാരി റൈറ്റ്സ് അല്ലെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടും ഉണ്ടാവും സ്കൂളിലും കാര്യങ്ങളിലും ഒക്കെ. സൺസെറ്റ് ലോ സംതിങ് റിലേറ്റഡ് വിത്ത് ദി പെർമനന്റ് സെറ്റിൽമെന്റ്. അതായത് ഡേറ്റ് തെറ്റിച്ചു കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ആ ഡെഡ് ലൈൻ തെറ്റിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ലാൻഡ് ഓപ്ഷൻ ചെയ്തു പോകും. ലാൻഡ് ടെനന്റ് ഫോർമലൈസേഷൻ. ജമീന്ദാസ് വെർ റിക്വയർഡ് ടു ഇഷ്യൂ പട്ടാസ് എന്നാണ് പറയുക കേട്ടോ. പട്ടാസ് എന്ന് പറഞ്ഞ കോൺട്രാക്ടുകൾ ടു ടെനൻസ് സ്പെസിഫൈങ് ലാൻഡ് ഏരിയ ആൻഡ് റെന്റ് അല്ലെ. അതായത് ഫാമേഴ്സിന് പട്ടാസ് അല്ലെ, കോൺട്രാക്ടുകൾ പറയും അല്ലെ, ഇത്ര രീതിയിൽ ഇത്ര ലാൻഡ്, ഇത്ര ഏരിയ, ഇത്ര റെന്റ് തരണം, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ. അതിന് പട്ടാസ് എന്നാണ് പറയാ. ജസ്റ്റ് ഓർത്തിരിക്കുക, പട്ടാസ്. മനസ്സിലായല്ലോ അല്ലെ. ഈ ജമീന്ദാരി സിസ്റ്റം അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. സംതിങ് ഒരു ഇന്റർമീഡിയറി ഉണ്ടാവും ബ്രിട്ടീഷ് കമ്പനിക്കും ഇതിനും ഇടയിൽ. എന്ത് ചെയ്യും അല്ലെ, ഫാമേഴ്സിനും ഇടയിൽ ഈ പറഞ്ഞ പോലെ ഷെയർ ഓർത്തിരിക്കുക. എത്ര ശതമാനമാണ് ബംഗാൾ, ബീഹാർ, ഒറീസയിൽ, അതേപോലെ തന്നെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതിന് ഡ്രോബാക്സുകൾ ഉണ്ട് അല്ലെ. ഇതിന് ഡ്രോബാക്സുകളാണ് പിന്നീട് അടുത്ത സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ. നമുക്ക് ആലോചിച്ചാൽ മതി, കോമൺ സെൻസ്.
അല്ലെ? ഏതൊരു കാര്യത്തിനും അതിന് ഡ്രോബാക്സ് ഉണ്ടാവും. അപ്പൊ അതിനെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കേണ്ടിയിട്ടായിരിക്കും അടുത്ത സിസ്റ്റത്തിലേക്ക് പോവാം. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്സ്? ഇമ്പാക്ട് ഓൺ ജമീന്ദാസ്, ഫസ്റ്റ് പോയിന്റ്. ഹൈ റവന്യൂ ടാർഗറ്റ്സ്, അല്ലെ? ഇതൊക്കെ ജസ്റ്റ് കോമൺ സെൻസ് ആണ്. ഹൈ റവന്യൂ ടാർഗറ്റ്സ്, അല്ലെ? ആൻഡ് റിജിഡ് ഡെഡ് ലൈൻസ് lead to frequent land loss. Many zamindars fail to pay അല്ലെ, to the government and leading to auction of the estate. അല്ലെ, ബ്രിട്ടീഷ് കമ്പനി അവരുടെ അടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് തിരിച്ചു പിടിക്കും, അല്ലെ, ഓപ്ഷൻ ചെയ്യും. സോ ഇറ്റ് ഹാഡ് ദർ ഇമ്പാക്ട് ഓൺ ജമീന്ദാസ്. അടുത്ത പെസൻസിന്റെ ഇമ്പാക്ട് എന്താണ്? ഫേസ്ഡ് ഒബ്സ്ട്രക്ഷൻ, അല്ലെ, ഓപ്രഷൻ ത്രൂ പ്രോപ്പർട്ടി സീഷ്യർ, ബീറ്റിംഗ് ആൻഡ് എവിക്ഷൻ, അല്ലെ? ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാണാപ്പാടൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ എന്താ സംഭവിക്കാൻ നമുക്കറിയാം, അല്ലെ? ഈ പറഞ്ഞ പോലെ പെസൻസിന് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെ, ഈ ജമീന്ദാസിന് മുകളിലായിരിക്കും കമ്പനിയുടെ ഇതുണ്ടാവുക, അല്ലെ? ഒരു ടാർഗറ്റ് ഉണ്ടാവുക, ഒരു പ്രഷറൈസേഷൻ ഉണ്ടാവുക. ജമീന്ദാസിന്റെ പ്രഷറൈസേഷൻ ഈ പറഞ്ഞ പോലെ പെസൻസിന്റെ മുകളിലായിരിക്കും ഉണ്ടാവുക, അല്ലെ? ഓഫൻ ബോറോഡ് അല്ലെ, ഫാമേഴ്സ് എന്ത് ചെയ്യും? ദേ ബോറോഡ് മണി ഫ്രം ദ മണി ലെൻഡേഴ്സ് ടു പേ ദ റെന്റ്, അല്ലെ, ടു ജമീന്ദാസ്. അവസാനം എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഇൻക്രീസ് ദർ ഇൻഡെപ്റ്റ്നെസ്, അല്ലെ? കടത്തിൽ നിന്ന് വീണ്ടും കടത്തിലേക്ക് പോവുകയാണ്, അക്കോർഡിംഗ് ടു ദി ഇമ്പാക്ട് ഓൺ ദ ഫാമേഴ്സ്. സോ ഇറ്റ് ഈസ് ഇമ്പാക്ടിംഗ് ദി ജമീന്ദാസ് ആസ് വെൽ ആസ് ഇറ്റ് ഈസ് ഇമ്പാക്ടിംഗ് ദി പെസൻസ്. ഇനി അടുത്ത് എന്താണ് ഇമ്പാക്ട് ഓൺ ദി അഗ്രികൾച്ചർ? സ്റ്റാഗ്നേഷൻ ഇൻ അഗ്രികൾച്ചർ ഡ്യൂ ടു ആബ്സെന്റി ലാൻഡ്ലോഡിസം ആൻഡ് നെഗ്ലിക്ട് ഓഫ് ലാൻഡ് കെയർ, ഡിസ്കണക്ട് ബിറ്റ്വീൻ റവന്യൂ ഡിമാൻഡ് ആൻഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഓക്കെ? ഡോണ്ട് ഗോ സോ ഡീപ്പ്. ബേസിക്കലി ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഡ്രോബാക്സ് ജമീന്ദാസിനും അതേപോലെ തന്നെ പെസൻസിനും ഉണ്ട്, അല്ലെ? അവരുടെ ഈ പറഞ്ഞ പോലെ ഇമ്പാക്റ്റുകൾ അവർക്കുണ്ട്. രണ്ടുപേർക്കും പ്രോബ്ലം ആണ്. ജമീന്ദാസിന്റെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ദേ ഹാവ് ടു ഫേസ് ഓപ്ഷൻ. അടിയും ഈ പറഞ്ഞ പോലെ ഓപ്പറേഷനും ബീറ്റിംഗും എല്ലാം എവിക്ഷൻസും എല്ലാം ഈ പറഞ്ഞ പോലെ പെസൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് ഇമ്പാക്ട് ഓൺ അഗ്രികൾച്ചർ, അല്ലെ? അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സ്റ്റാഗ്നേറ്റ് ആയി പോവും, അല്ലെ, എക്കണമിയിൽ. അതേപോലെ തന്നെ റവന്യൂ ഡിമാൻഡും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്കണക്ഷൻ ഉണ്ടാവും, അല്ലെ? അപ്പൊ ഇത്രയും കാലം നല്ല രീതിയിൽ സെൽഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം നല്ല രീതിയിൽ സെൽഫ് സസ്റ്റൈൻ ആയിട്ടുള്ള വില്ലേജസിനെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ബാധിക്കും. സിമ്പിൾ. ഇതാണ് പെർമനന്റ് സെറ്റിൽമെന്റ്. ലേറ്റർ ദ ഡിമെറിറ്റ്സ് ഡ്രോബാക്സ് ഇൻ ദ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ത് ചെയ്തു? നേരെ റൈറ്റ് വാരി സിസ്റ്റത്തിലേക്ക് പോവാണ്, അല്ലെ? റൈറ്റ് വാരി സിസ്റ്റം 1820 ഡെവലപ്ഡ് ബൈ തോമസ് മുൻറോ ഇൻ 1820. പേരുകൾ ഓർത്തിരിക്കുക കേട്ടോ, ആരാണ് ഇത് ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത്. ഡെവലപ്ഡ് ബൈ തോമസ് മുൻറോ ഇൻ 1820. ഇവിടെ എന്താണ്, അല്ലെ? അതായത് ഈ പറഞ്ഞ പോലെ പെർമനന്റ് സെറ്റിൽമെന്റിന് ഇന്റർമീഡിയറിനെ അങ്ങ് ഒഴിവാക്കി. ഇപ്പൊ എന്താ, ഈ കാര്യങ്ങൾ നേരിട്ട് കമ്പനിയും പെസൻസുമായി, അല്ലെ? സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അല്ലെ? അതിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് എക്സിക്യൂട്ടഡ് ബൈ അലക്സാണ്ടർ റീഡ് ഇൻ 1792 ഇൻ മദ്രാസ് പ്രസിഡൻസി. സ്ഥലങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അണ്ടർ ദിസ് സിസ്റ്റം ദ റൈറ്റ് ടു യൂസ് ആൻഡ് കൺട്രോൾ ഓഫ് ലാൻഡ് വെർ ഹെൽഡ് ബൈ ഫാമിലി which provided the primary labor force on the farm. This system fundamentally, this is the relationship between the state government, British company and the cultivators, by allowing direct tax collection from the cultivation who were recognized as land owners. Direct collection from the farmer by the government. Intermediary ne ang ഒഴിവാക്കി, അല്ലെ? ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് കവറിംഗ് 51% ഓഫ് ദി ബ്രിട്ടീഷ് ഇന്ത്യൻ ടെറിട്ടറി ഇൻക്ലൂഡിംഗ് ആസാം, മദ്രാസ് ആൻഡ് ബോംബെ. ഓക്കെ, ടൈപ്പിംഗ് മിസ്റ്റേക്സുകൾ ഉണ്ടാവും, കാരണം ഞാൻ തന്നെ ടൈപ്പ് ചെയ്തിട്ട്, ഓക്കെ, അതുകൊണ്ടാണ് ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യാം, ഞാൻ ഇവിടെ പറയുന്നുണ്ടല്ലോ. ആസാം, ബ്രിട്ടീഷ്, ബോംബെ 51% കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? സോ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ അറിയാൻ മനസ്സിലായി, അല്ലെ? ഇന്റർമീഡിയറിനെ ഒഴിവാക്കി. റവന്യൂ കളക്ഷൻ ഡയറക്ട്ലി ഫ്രം ദ കൾട്ടിവേറ്റേഴ്സ്, അല്ലെ? റയറ്റ്സ്, അതാണ് ആ കൾട്ടിവേറ്റേഴ്സിനെയാണ് നമ്മൾ റയറ്റ്സ് എന്ന് പറയുന്നത്. റയറ്റ്സ്. അതുകൊണ്ട് റയറ്റ് വാരി സിസ്റ്റമായി മാറി, അല്ലെ? റയറ്റ്സ്, ഫാമേഴ്സ് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സ്. എലിമിനേറ്റിംഗ് ദ ഇന്റർമീഡിയറി, അല്ലെ? ജമീന്ദാസിനെ എലിമിനേറ്റ് ചെയ്തു. ഓണർഷിപ്പ് റൈറ്റ്സ്, റയറ്റ് വേർ ഗ്രാൻഡഡ് ഓണർഷിപ്പ്, അല്ലെ? റയറ്റ് എന്ന് പറഞ്ഞാൽ കൾട്ടിവേറ്റേഴ്സ്, അല്ലെ? പെസൻസ്, മനസ്സിലായി. വേർ ഗ്രാൻഡഡ് ഓണർഷിപ്പ് അലോങ് വിത്ത് ദി ഒക്കുപ്പൻസി ആൻഡ് ട്രാൻസ്ഫർ റൈറ്റ് വിത്തൗട്ട് limits on land holding.
flexible revenue system. Revenue was adjusted on the basis of the production. അല്ലെ, ഇൻ ജമീന്ദാരി സിസ്റ്റം എന്തായാലും അത് പെർമനന്റ് ആയിരുന്നു അല്ലെ, ജമീന്ദാരി സിസ്റ്റത്തിൽ അത് പെർമനന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്തായി, റൈറ്റ് വാരി സിസ്റ്റത്തിലേക്ക് വരുന്നത് അത് ഫ്ലെക്സിബിൾ റവന്യൂ സിസ്റ്റം അല്ലെ, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദി അഡ്ജസ്റ്റ്മെന്റ് ഓൺ ദ പ്രൊഡക്ഷൻ അല്ലെ. പ്രൊഡക്ഷൻ കൂടുന്നതിനും കുറവുന്നതിനും അനുസരിച്ച് ആ റവന്യൂ സിസ്റ്റം അഡ്ജസ്റ്റഡ് ആയി മാറും. ജമീന്ദാരി സിസ്റ്റത്തിൽ അങ്ങനെയായിരുന്നില്ല, പെർമനന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിക്സ് ആണ്, ഡേറ്റും ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷനും റെന്റും എല്ലാം. അത് അതിന്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് കണക്കാക്കാം അല്ലെ, ഇതിനൊരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഗവൺമെന്റ് കൺട്രോൾ ഓവർ ബാരൻ ലാൻഡ് അല്ലെ, ഉപയോഗശൂന്യമായ ലാൻഡ്. സച്ച് ലാൻഡ് കുഡ് ബി കൾട്ടിവേറ്റഡ് വിത്ത് റവന്യൂ ഷെയർഡ് ബിറ്റ്വീൻ കൾട്ടിവേറ്റേഴ്സ് ആൻഡ് ദ സ്റ്റേറ്റ് അല്ലെ. ബാരൻ ലാൻഡിൽ എന്ത് ചെയ്യാം അല്ലെ, ഒരു പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ. സോ ജമീന്ദാരി പെർമനന്റ് സെറ്റിൽമെന്റുമായിട്ട് റവന്യൂ സിസ്റ്റം അല്ലെങ്കിൽ റൈറ്റ് വാരി സിസ്റ്റത്തിന് ഒരുപാട് മെറിറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. പെർമനന്റ് ആയിരുന്നില്ല, ബാരൻ ലാൻഡ് യൂസിങ് ഉണ്ടായിരുന്നു അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എഴുതാൻ പറ്റും അല്ലെ. ഇന്റർമീഡിയറിനെ ഒഴിവാക്കി, ഇന്റർമീഡിയറിന്റെ ആവശ്യമില്ല, ഇപ്പൊ ഡയറക്റ്റ് റൈറ്റ്സ് അല്ലെങ്കിൽ കൾട്ടിവേറ്റേഴ്സുമായിട്ടാണ് ഗവൺമെന്റിന് ഈ പറഞ്ഞ പോലെ കളക്ഷനും ടാക്സ് കളക്ഷനും കാര്യങ്ങളും ഉള്ളത്. ഇനി റൈറ്റ് വാരി സിസ്റ്റത്തിന്റെ ഡ്രോബാക്സ്, ഓവർ എസ്റ്റിമേറ്റഡ് റവന്യൂ അല്ലെ, ഹാർഷ് കളക്ഷൻ മെത്തേഡ്സ്, റൈസ് ഓഫ് മണി ലെൻഡേഴ്സ്. ഓക്കെ, യു ക്യാൻ സേ ദ ഡ്രോബാക്സ് ഹിയർ. ഇവിടെയും നിങ്ങൾക്ക് ഡ്രോബാക്സ് പറയാം അല്ലെ. ഓവർ എസ്റ്റിമേറ്റഡ് റവന്യൂ അല്ലെ, അൺറിയലിസ്റ്റിക് ടാർഗറ്റ് ആയിരിക്കാം അല്ലെ. നിങ്ങൾ വിചാരിക്കണ്ട ഈ പറഞ്ഞ പോലെ ഈ പെർമനന്റ് സെറ്റിൽമെന്റ് മാറിയിട്ട് റൈറ്റ് വാരി സിസ്റ്റം വരുമ്പോഴേക്ക് തന്നെ എല്ലാം അങ്ങ് ശരിയായി എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അല്ലെ. പ്രൈമറി പർപ്പസ് എന്താണ്, റൈറ്റ് വാരി മാറിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജമീന്ദാരി സിസ്റ്റം മാറിയിട്ട് റൈറ്റ് വാരി സിസ്റ്റം വരിക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം അല്ലെ. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, അതാണ് മെയിൻ ഉദ്ദേശം അല്ലെ. എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, കിട്ടുന്ന പൈസയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടണം, അതാണ് ബ്രിട്ടീഷിന്റെ ഇവിടുത്തെ ഉദ്ദേശം. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അത് ആലോചിക്കുക അല്ലെ. അല്ല, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് ആയിരിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മീറ്റ് ചെയ്യാന്. ഹാർഷ് കളക്ഷൻ മെത്തേഡ് അല്ലെ, ഒപ്രസീവ്, നമുക്കറിയാം അല്ലെ, ബീറ്റിങ്ങും ഈ ഒപ്രഷൻ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യുക. അതേപോലെ തന്നെ റേറ്റ്സ് ഓഫ് മണി ലെൻഡേഴ്സ്, വലിയ റേറ്റ് ആവുന്ന സമയത്ത് അല്ലെ, വലിയ റേറ്റ് ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടെ സംഭവിച്ച പോലെ അല്ല, ജമീന്ദാരി പെർമനന്റ് സിസ്റ്റത്തിൽ സംഭവിച്ച പോലെ എന്ത് ചെയ്യുന്നു, പെസൻസ് എന്ത് ചെയ്യും അല്ലെ, റൈറ്റ്സ് എന്ത് ചെയ്യും അല്ലെ, പെസൻസ് എന്ത് ചെയ്യും, മണി ലെൻഡേഴ്സിന്റെ അടുത്ത് പോവും അല്ലെ, ബോറോ മണി, എന്നിട്ട് അതിന് റെന്റ് ആയിട്ട് യൂസ് ചെയ്യും അല്ലെ, ബോറോ ഗിവ് ടു റെന്റ്. ഇത് അവർക്ക് ഇൻഡെപ്റ്റ്നെസ് ഇൻക്രീസ് ആവും അല്ലെ. വൈൽ ദ റൈറ്റ് വാരി സിസ്റ്റം റിമൂവ്ഡ് ദ ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാരീസ് and aimed at a simplified tax collection, this system in effect led to problems of landlessness and rural indebtedness. സിമ്പിൾ, അതായത് നമ്മൾ ജമീന്ദാരി സിസ്റ്റം പെർമനന്റ് സിസ്റ്റം വെച്ച് നോക്കുന്ന സമയത്ത് ദർ ഈസ് സം ബെനിഫിറ്റ്, പക്ഷെ പൂർണ്ണമായിട്ട് ബെനിഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് സ്റ്റിൽ ഹോൾഡ് സം പ്രോബ്ലംസ് അല്ലെ. ലാൻഡ് ലെസ്നെസ്സും റൂറൽ ഡെപ്നെസ്സും ഒക്കെ ഇൻക്രീസ് ആവും. കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ മഹൽവാരി സിസ്റ്റം അല്ലെ, മഹൽവാരി സിസ്റ്റം അല്ലെ. ഇങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ പോലെ റൈറ്റ്സ് അല്ലെങ്കിൽ പെസൻസിന്റെ അടുത്ത് നിന്ന് ഓരോരാളുടെ നിന്നും പോയിട്ട് ഇങ്ങനെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ബി ഹ്യൂജ് പ്രോസസ് ഫോർ ദ കമ്പനി അല്ലെ. ഒരുപാട് സമയം എടുക്കും, ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഇത്രയും ആൾക്കാരുടെ കടന്നു പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പൈസ വാങ്ങാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അതിന് ഒരു ബദലായിട്ടാണ് മഹൽവാരി സിസ്റ്റം വരുന്നത് അല്ലെ. ഈ രീതിയിലാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മഹൽവാരി സിസ്റ്റം വരുന്നത് അല്ലെ, കുറച്ചും കൂടി എളുപ്പമാക്കി, മഹൽ പോലെ അല്ലെ, മഹൽവാരി. ഓരോരാളത്തിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, വില്ലേജിൽ ഒരു ഹെഡ്മാൻ ഉണ്ടാവും, ആ ഹെഡ്മാന്റെ അടുത്ത് എല്ലാവരും കൊണ്ടുപോയി പൈസ കൊടുക്കണം. ഈ ഹെഡ്മാൻ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാർക്ക് പോയിട്ട് ടാക്സ് കൊടുക്കും. ഇതാണ്, ഇത്രയേ ഉള്ളൂ ഇത്. ഓക്കെ, സോ ഇറ്റ് വാസ് കോൺസെപ്റ്റ് ബൈ ഹോൾട്ട് മെക്കൻസി ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ആരംബർഡ് in Northwest Territories under the British. It was later revised by the William Bentinck in 1833 കേട്ടോ. ആ വില്യം ബെന്റിക്കാണ് പിന്നീട് ഇത് റിവൈസ് ചെയ്തിട്ട് ഈ രീതിയിൽ പുതുതായി ലോഞ്ച് ചെയ്തത്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക, വില്യം ബെന്റിക്കാണ് കേട്ടോ. നിങ്ങൾ വില്യം ബെന്റിക്ക് എന്ന് മാത്രം കേട്ടിട്ടുണ്ടാവുക, ഈ പേര് ആരംബേർഡ് എന്നും അല്ല ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഇതൊക്കെ ഓർത്തിരിക്കുക. സോ മഹൽവാരി സിസ്റ്റം ഇന്റഗ്രേറ്റഡ് ബോത്ത് ഫീച്ചേഴ്സ് ഓഫ് ജമീന്ദാരി as well as right wari system come to be known as modified zamindari system അല്ലെ. ഇതിനെ നമ്മൾ മോഡിഫൈഡ് ജമീന്ദാരി സിസ്റ്റം എന്നും വിളിക്കുന്നുണ്ട്. ബിക്കോസ് ഇതിന് രണ്ടിന്റെ ഫീച്ചേഴ്സ് ഉണ്ട് അല്ലെ, പെർമനന്റ് സെറ്റിൽമെന്റിന്റെയും അല്ലെങ്കിൽ ജമീന്ദാരിന്റെയും ഫീച്ചേഴ്സ് ഉണ്ട്, റൈറ്റ് വാരി സിസ്റ്റത്തിന്റെയും രണ്ടിന്റെയും ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അണ്ടർ ദിസ് ലാൻഡ്
ലാൻഡ് വേർ സ്ട്രക്ചർഡ് അല്ലെ ഇൻ ടു മഹൽസ് overseen by village headman. The village acted as a revenue unit, with the land being distributed among individual peasants. Revenue was collected by them and paid to the government by collective body. അല്ലെ മഹൽവാരി സിസ്റ്റം അല്ലെ കുറെ വില്ലേജസ് ആയിരിക്കും അല്ലെ അല്ലെ അങ്ങനെ ഓരോരോ വില്ലേജസിന് ഒരു മഹൽവാരിയായി മാറ്റും അല്ലെ ഇതിലൊരു ഹെഡ്മാൻ ഉണ്ടാവും അല്ലെ ഈ കറക്റ്റ് ആ മനസ്സിലായല്ലോ അല്ലെ സിമ്പിൾ അല്ലേ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല മഹൽവാരി സിസ്റ്റം അല്ലെ ഓരോരാളത്ത് പോയി കളക്ട് ചെയ്യാനുള്ള ആവശ്യമില്ല ഇപ്പൊ എന്ത് ചെയ്യും ഒരാൾ പോയിട്ട് ഒരു മഹൽ അല്ലെ വില്ലേജിലെ ഒരു മഹലിലുള്ള ഫുൾ പൈസയും ഗവൺമെന്റ് അല്ലെ ബ്രിട്ടീഷ് കമ്പനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ടാക്സ് കിട്ടും അല്ലെ കുറച്ചുകൂടി ടാക്സ് കിട്ടും ഫീച്ചേഴ്സ് വില്ലേജ് ബേസ്ഡ് റവന്യൂ കളക്ഷൻ റവന്യൂ കളക്ടഡ് ബൈ വില്ലേജ് ഹെഡ്മാൻ നമ്മൾ പറഞ്ഞു മഹൽ ആസ് എ റവന്യൂ യൂണിറ്റ് അല്ലെ ഫിക്സ്ഡ് സ്റ്റേറ്റ് ഷെയർ ആൻഡ് റെഗുലർ റിവിഷൻ ഇനീഷ്യലി ഇവിടെയും റെഗുലർ റിവിഷൻ ഉണ്ട് അല്ലെ ഇനീഷ്യലി സെറ്റ് അറ്റ് 50%, ലേറ്റർ ഇൻക്രീസ്ഡ് ടു 66%. ഇതിനും ഡ്രോബാക്കുകൾ ഉണ്ട് ഇന്നാക്യുറേറ്റ് റെക്കോർഡുകൾ മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ് ബൈ കളക്ടേഴ്സ് അല്ലെ വില്ലേജ് ഹെഡ്മാൻ വേണമെങ്കിൽ കാര്യങ്ങള് തെറ്റായി കൊടുക്കാമല്ലോ അല്ലെ എക്സോബിറ്റൻ ടാക്സ് അസസ്മെന്റ് ലെഡ് ടു ഇൻഡെപ്റ്റ്നെസ് ആൻഡ് സെയിൽ ഓഫ് ലാൻഡ് ലാൻഡ് അല്ലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള മെറിറ്റുകൾ ഡ്രോബാക്സുകൾ അല്ലെ ഡിമെറിറ്റുകൾ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നുണ്ട് അൺഡിറ്റർമൈൻഡ് അതോറിറ്റി റീപ്ലേസ്ഡ് ട്രഡീഷണൽ അതോറിറ്റി വിത്ത് ബ്രിട്ടീഷ് അപ്പോയിന്റഡ് വില്ലേജ് ഹെഡ്മാൻ ഇതൊക്കെയാണ് ഇതിന്റെ ഡ്രോബാക്കുകൾ അപ്പൊ ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു റൈറ്റ് ഇത് മൂന്നും നിങ്ങൾ പഠിച്ചു ഇനി ഒരു മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം യു ഹാവ് ടു ഗീവ് മീ ദി ആൻസർ ഓക്കെ ജസ്റ്റ് എ മിനിറ്റ് ഒരു ക്ലാസ്സിൽ ഒരു ആൻസർ എഴുതി കഴിഞ്ഞാൽ അത്രയും നമുക്ക് എന്താ പറഞ്ഞാല് കുറച്ചുകൂടി ആൻസറിന്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവല്ലോ അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ട്രൈ ചെയ്യാം ഓക്കെ ഞാനിപ്പോ ഒരു PDF ഗ്രൂപ്പിൽ PDF അല്ല ഒരു സ്ക്രീൻഷോട്ട് ഇപ്പൊ ഗ്രൂപ്പിൽ ഇടാം അതിൽ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് നോക്കിയേ ഓപ്ഷൻ ഓക്കെ ഞാനൊരു വൈറ്റ് പേജ് ഓപ്പൺ ചെയ്താണ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ What are the merits of Raidwari system in comparison with the permanent settlement? മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നിങ്ങൾക്ക് 5 വരിയാണ് ഉള്ളത് 5 വരി ഓക്കെ 1
2, 3, 4 and 5. ഓക്കെ, അക്ഷയ് ഫസ്റ്റ് പോയിന്റ്. ലാനു പ്രകാശ്, ജമീന്ദാസ് വേർ റിമൂവ്ഡ്. അല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നിട്ട് ആദ്യത്തെ 2-3 പോയിന്റുകൾ എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരിക്കണം. ഈ പോയിന്റ് വായിക്കുന്ന സമയത്ത് തന്നെ എക്സാമിനർക്ക് മനസ്സിലാവണം, ആ ഈ കുട്ടിക്ക് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1, 2, 3 പോയിന്റുകൾ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ ആയിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് വാലിഡ് അല്ലാത്ത പോയിന്റ് എഴുതിയാലും കുഴപ്പമില്ല. ആദ്യം തന്നെ കൊണ്ടുപോയി വാലിഡ് അല്ലാത്ത പോയിന്റുകൾ എഴുതാതിരിക്കുക. വാട്ട് വേർ ദ മെറിറ്റ്സ് ഓഫ് റാറ്റ്ബാറി സിസ്റ്റം കമ്പാരിസൺ വിത്ത് ദി പെർമനന്റ് സെറ്റിൽമെന്റ്? അല്ലെ, നമ്മൾ ഇപ്പം പഠിച്ചിട്ടാണല്ലോ അല്ലെ. കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചതുകൊണ്ട് എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലെ. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അല്ലാതെ ചുമ്മാ കാണാപ്പാടം പഠിച്ചിട്ട് ഒരു കാര്യമില്ല അല്ലെ. റാറ്റ്ബാറി സിസ്റ്റം എങ്ങനെ വന്നു അല്ലെ, പെർമനന്റ് സിസ്റ്റം എന്തുകൊണ്ട് വന്നു അല്ലെ, പെർമനന്റ് സിസ്റ്റത്തിലുള്ള ഡ്രോബാക്കുകൾ കൊണ്ട് എങ്ങനെ റാറ്റ്ബാറി സിസ്റ്റം വന്നു അല്ലെ, വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് റാറ്റ്ബാറി സിസ്റ്റം അല്ലെ. അപ്പൊ റാറ്റ്ബാറി സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് ആണ് ഇവിടെ ചോദിക്കുന്നത്. റാറ്റ്ബാറി മെറിറ്റ്സ് എഴുതാം, മെറിറ്റ്സ് ഓഫ് ദ റാറ്റ്ബാറി സിസ്റ്റം. അല്ലാതെ നിങ്ങളടുത്ത് ഇവിടെ പെർമനന്റ് സെറ്റിൽമെന്റ് എന്താണ്, റാറ്റ്ബാറി സിസ്റ്റം എന്താണെന്നല്ല ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഉത്തരം കൊടുക്കുക അല്ലെ. മെറിറ്റ്സ് ഓഫ് ദ റാറ്റ്ബാറി സിസ്റ്റം. അനു പ്രകാശ് പറഞ്ഞു ഫസ്റ്റ് പോയിന്റ്, വെരി ഗുഡ്. ജമീന്ദാസ് വേർ റിമൂവ്ഡ്. ജമീന്ദാസ് വേർ റിമൂവ്ഡ്, വെരി ഗുഡ്. ഫസ്റ്റ് പോയിന്റ് അല്ലെ. നൗ the tax will be collected from riots അല്ലെ, ബ്രാക്കറ്റിൽ പെസൻസ് ഡയറക്ട്ലി അല്ലെ. ഒരു പോയിന്റ് എഴുതി, ഒരു ബെനിഫിറ്റ് എഴുതി, നിങ്ങൾ ഒരു ബെനിഫിറ്റ് എഴുതി. അടുത്ത എന്താണ്, ഒരു ഡിഫറെന്റ് ഡയമെൻഷൻസ് കൊണ്ടുപോകാം. അക്ഷയ്, ഡയറക്റ്റ് ടാക്സ് കളക്ഷൻ, ഫ്ലെക്സിബിൾ ടാക്സ് കളക്ഷൻ, ഡിവൈഡഡ് ഇൻ ടു റൈറ്റ്സ്. നെസ് ഡിവൈഡഡ് ഇൻ ടു റൈറ്റ്സ്. അതെങ്ങനെയാണ് ഡിവൈഡഡ് ഇൻ ടു റൈറ്റ്സ് ആക്കിയത്? പോയിന്റുകൾ വരട്ടെ, നിങ്ങൾ ഇപ്പം പഠിച്ച പോയിന്റുകൾ വരട്ടെ. ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് ആൻഡ് ഹെറിഡിറ്ററി റൈറ്റ്. യെസ് യെസ്, അനുപ്രകാശ് ഈസ് ഗിവിംഗ് വാലിഡ് പോയിന്റ്സ്. ഇതിനേക്കാൾ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു തരട്ടെ. ഇൻ റാറ്റ്ബാറി സിസ്റ്റം, in Ratbari, periodically revision was possible. Periodically revision was possible. ബ്രാക്കറ്റിൽ എന്ത് ചെയ്തു, but in ബ്രാക്കറ്റ് വേണ്ട, but in permanent settlement it was permanent. It was permanent അല്ലെ, വാലിഡ് പോയിന്റ് അല്ലെ. ടാക്സിന്റെ പീരിയോഡിക്കൽ റിവിഷൻ ഈസ് പോസിബിൾ അല്ലെ, ബൈ കൾട്ടിവേഷന്റെ ഒരു രീതി മനസ്സിലാക്കിയിട്ട് അല്ലെ. പെർമനന്റ് അല്ല, പെർമനന്റ് സെറ്റിൽമെന്റിൽ ഒരു നിശ്ചയിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഒരിക്കലും മാറില്ല, ഇറ്റ് ഈസ് പെർമനന്റ്. 2 പോയിന്റ് എഴുതി. മൂന്നാമത്തെ പോയിന്റ് എന്ത് എഴുതാം? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 5 വരികയുള്ളൂ. അത് ആലോചിക്കണം. ചുമ്മാ എന്തെങ്കിലും എഴുതാനുള്ള സ്ഥലം നിങ്ങൾക്ക് ഇല്ല, സമയവും നിങ്ങൾക്കില്ല. പോയിന്റുകൾ മാത്രം എഴുതുക, വാലിഡ് പോയിന്റ്സ്. യെസ്, അനു പ്രകാശ്, റൈറ്റ്സ് ഹാവ് control on their land. യെസ്, അക്ഷയ് പറഞ്ഞ പോയിന്റ് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം അല്ലെ. ഒറ്റ പോയിന്റും കൂടി എഴുതാൻ നിങ്ങൾ എന്ത് എഴുതും? 4th പോയിന്റ്, ഒരു പോയിന്റും കൂടി നിങ്ങൾക്ക് എഴുതണം. അപ്പൊ എന്ത് എഴുതും നിങ്ങൾ? നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യട്ടെ, ബ്രെയിൻ നല്ലതുപോലെ ആലോചിക്കട്ടെ. ബാരൻ ലാൻഡ്. നിങ്ങളുടെ ബ്രെയിൻ എന്താണ്? ബാരൻ ലാൻഡിനെ കുറിച്ച് മറന്നുപോയോ? ബാരൻ ലാൻഡ്. അനുപ്രകാശ്, അക്ഷയ്, മുസിര. അല്ലെ, ബാരൻ ലാൻഡിനെ കുറിച്ച് നിങ്ങൾ എന്താണ് എഴുതാത്തത്? ബാരൻ ലാൻഡ്.
അല്ലെ, ബാരൻ ലാൻഡ് അല്ലെ. പെർമനന്റ് സെറ്റിൽമെന്റിൽ ഇത് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താണ് അല്ലെ, ബാരൻ ലാൻഡില് കൾട്ടിവേഷൻ ചെയ്യാൻ സാധിക്കും അല്ലെ. സോ ഇങ്ങനെയാണ് പോയിന്റ്സുകൾ എഴുതേണ്ടത്. ഓക്കെ അല്ലേ? ആൻസേഴ്സ് എഴുതേണ്ട ചെറിയൊരു സ്ട്രക്ചർ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. പെർഫെക്റ്റ് ആൻസർ എന്നല്ല, ഒരു സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. അനുപ്രകാശ്, മോസിന, അക്ഷയ്, യെസ്. നമ്മൾ ഇന്ന് പഠിച്ച ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടി തരട്ടെ, ഒന്നുകൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്താലോ? ഞാൻ പറഞ്ഞല്ലേ, ആൻസർ റേറ്റിംഗ് എന്നുള്ളത് ഇറ്റ്സ് എ സ്കിൽ. ഓക്കെ, നമ്മൾ കുറെ കാണാപ്പാഠം പഠിച്ച് അത് പോയി അവിടെ എഴുതലല്ല ആൻസർ റേറ്റിംഗ്. ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ലിമിറ്റഡ് അല്ല, നിങ്ങൾ എത്ര കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാലും ഈ 5 വരിയിൽ നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ കാണാപ്പാടി പഠിക്കേണ്ടതിന്റെ ഒക്കെ ലിമിറ്റ് ചെയ്യാം. കുറച്ച് എഴുതണ്ടോ, അത് എഴുതുന്നത് വാലിഡ് പോയിന്റ്സും ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. കൊളോണിയലിസം ട്രാൻസ്ഫോംഡ് peasantry as well as agrarian structure of India like never before. 3 മാർക്ക്. Colonialism transformed peasantry as well as agrarian structure of India like never before. അല്ലെ, ബ്രിട്ടീഷ് വരുന്നതിന് മുമ്പുള്ള ഒരു സെൽഫ് സസ്റ്റെയിൻ ആയിട്ടുള്ള ഒരു വില്ലേജ് നമ്മൾ കണ്ടു ഇന്ത്യ അല്ലെ. ബ്രിട്ടീഷ് വന്നതിന് ശേഷം മാറ്റങ്ങൾ സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇത് നമുക്ക് 5 വരിയിൽ എങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും? ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലാൻഡ് പോളിസീസ്. വെരി ഗുഡ്, യെസ് അക്ഷയ്, വാലിഡ് പോയിന്റ് അല്ലെ. 5 വരി. ഇൻട്രൊഡക്ഷൻ ഓഫ് അല്ലെ കൊളോണിയലിസം അല്ലെ, ബ്രിട്ടീഷ് റൂള് എങ്ങനെയാണ് പെസൻട്രിയും അഗ്രേറിയൻ സ്ട്രക്ചറും നശിപ്പിച്ചത് എന്നാണ് ചോദ്യം. ഇവിടെ നിങ്ങൾ റാറ്റ്വാരിയും മഹൽവാരിയെ കുറിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇങ്ങനെയാണ് ഉത്തരം എഴുതാൻ പഠിക്കേണ്ടത്. ഓക്കെ അക്ഷയ്, ന്യൂ ലാൻഡ് റവന്യൂ പോളിസീസ് അല്ലെ. ന്യൂ ലാൻഡ് റവന്യൂ പോളിസീസ് ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാ, റാറ്റ്വാരി, മഹൽവാരി, പെർമനന്റ് എന്നൊക്കെ എഴുതി കൊടുക്കുക. എക്സാമിനറിനൊപ്പം മനസ്സിലാവും ഈ കുട്ടിക്ക് റാറ്റ്വാരി മഹൽവാരിയും ജമീന്ദാരിയും ഒക്കെ അറിയാം എന്നുള്ളൊരു തോന്നൽ വരും. ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മിഡിൽ മാൻ. യെസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ദി മിഡിൽ മാൻസ്. യെസ്, അടുത്ത എന്താ നമുക്ക് എഴുതാം? അടുത്ത പോയിന്റ് എന്ത് എഴുതാം? നിങ്ങൾ ആലോചിച്ചിട്ട് പറ. വെരി ഗുഡ് അനുപ്രകാശ്, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. യെസ് നല്ല പോയിന്റ് ആണ് കേട്ടോ, അഗ്രികൾച്ചർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പോയിന്റുകൾ എഴുതാൻ ഇപ്പൊ കിട്ടുന്നുണ്ട് അല്ലെ. കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ബ്രാക്കറ്റിൽ എന്ത് ചെയ്താ, ഫുഡ് ക്രോപ്സ് ടു പ്രോഫിറ്റ് മോട്ടീവ് അല്ലെ. ഇറ്റ് അഫക്റ്റഡ് ദി ഫുഡ് സെക്യൂരിറ്റി. വെരി ഗുഡ്. ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ, ഞാനൊരു പോയിന്റ് പറഞ്ഞു, ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലെ, ഡ്യൂ ടു ഡി ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെ. ആ കഥയും നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇൻഡസ്ട്രിയിൽ പണി പോയി തിരിച്ച് വില്ലേജിൽ വരുന്നു. വില്ലേജിൽ വന്നപ്പോ ലാൻഡ് ഫ്രാഗ്മെന്റ് ചെയ്യപ്പെട്ടു, ലാൻഡ് ഡിവിഷൻ ചെയ്യപ്പെട്ടു. ഉത്തരം വീണ്ടും നിങ്ങൾക്ക് കിട്ടി. ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഓക്കെ, ഞാൻ കഴിഞ്ഞ തവണ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ തവണ ഫ്രം മൈ എക്സ്പീരിയൻസ് ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ചുമ്മാ എന്തൊക്കെയോ എഴുതിയത്. കൊളോണിയലിസം ട്രാൻസ്ഫോംഡ് പെസൻസ് ആസ് വെൽ ആസ് അഗ്രേറിയൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ ലൈക്ക് നെവർ ബിഫോർ എന്തൊക്കെയോ എഴുതിയത്. ഓക്കെ, ഈ രീതിയിൽ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എഴുതണം. ഓക്കെ, അതുകൊണ്ടാണ് അല്ലെ, കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഐ നോ
ഐ നോ ഇറ്റ്, ഇങ്ങനെ എഴുതണം, ഈ രീതിയിൽ എഴുതണം, അല്ലെ? അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ബിക്കോസ് നിങ്ങൾ ഞാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് അറിയണം, എന്ത് എങ്ങനെ എവിടെ എഴുതണം എന്ന് അറിയണം, അല്ലെ? ഇതിലെന്ത് ചെയ്താ കഴിഞ്ഞ പ്രാവശ്യം ചുമ്മാ ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് വാല്യൂ സിസ്റ്റവും പെർമനന്റ് സെറ്റിൽമെന്റും ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചു. അതല്ല ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് ബ്രിട്ടീഷ് റൂൾ എങ്ങനെയാണ് പെസന്ററിയും അഗ്രേറിയൻ സ്ട്രക്ചറിനെയും എഫക്ട് ചെയ്തത് എന്നാണ് ചോദ്യം, അല്ലെ? ഒരു ബ്രോഡ് ആയിട്ടുള്ള ചോദ്യമാണ്, അല്ലാതെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല ചോദിക്കുന്നത്. റൈറ്റ് അല്ലെ? ഈ രീതിയിലാണ് ഉത്തരം എഴുതേണ്ടത്. 3 മാർക്കിനാണ്, 5 വരിയേ ഉള്ളൂ നിങ്ങൾക്ക്. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേ. ഇന്നത്തെ നമ്മുടെ ചാപ്റ്ററിൽ ഉറപ്പാണ് മെയിൻസിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യനും കൂടി, വീണ്ടും PYQ തന്നെ. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ക്രിട്ടിക്കലി 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷെങ്കില് ശരിക്കും പറഞ്ഞാല് 3 മാർക്കൊന്നും പോരാ, ശരിക്കും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആക്കി ഇടണം. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. എന്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻ ഇന്ത്യ commercialization of agricultural crops and deforestation has both national and international reason. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ല, എന്നാലും നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് എന്തൊക്കെ നൽകാൻ പറ്റും? ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാണ് പറയുന്നത് നിങ്ങളോട്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് സ്റ്റേറ്റ്മെന്റ്. Commercialization of agricultural crops and deforestation has both a national and international reason. Focus on cash crops. Ano Prakash. പെട്ടീഷന് മെയിൻ ആയിട്ട് പ്രോഫിറ്റ് മോട്ടീവ് ആണല്ലോ, അല്ലെ? എന്തായാലും പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, ഇതിന്റെ ആൻസർ നിങ്ങൾ പറ, ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. FDI from Britain. Industrialization in Britain. വരട്ടെ പോയിന്റുകൾ വരട്ടെ. യെസ്, യെസ്, ഡിമാൻഡ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ അറ്റ് ചീപ്പർ റേറ്റ്. റൂബിനി, വെരി ഗുഡ് പോയിന്റ്, വാലിഡ് പോയിന്റ് ആണ്. ഗ്ലോബൽ നീഡ് ഓഫ് ക്യാഷ് ക്രോപ്സ് മെയ്ഡ് ഗവൺമെന്റ്. യെസ് 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 യെസ്, വെരി ഗുഡ്. നിങ്ങൾ പോയിന്റ്സുകൾ, വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നിങ്ങളൊക്കെ നല്ല പോയിന്റുകൾ പറയുന്നുണ്ട്.
ഇതേ രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഓരോ നിങ്ങള് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഡിഫറെന്റ് പെർസ്പെക്ടീവിൽ ഉത്തരം പറയുന്ന സമയത്ത് കണ്ടോ, അല്ല ഒരുപാട് എത്ര പോയിന്റ്സ് ആണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് അല്ലെ? നമ്മുടെ തോട്ടും നമ്മുടെ കൂടെയുള്ള ഉദ്യോഗാർത്ഥികളുടെ തോട്ടും അല്ലെ? അപ്പൊ ആ രീതിയിൽ നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ ചിന്തിക്കണം. റൈറ്റ്. ഇതിന്റെ ആൻസർ നമുക്ക് ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, വൈദാറ്റ് അവിടെ നിൽക്കട്ടെ. റൈറ്റ്. സോ ദാറ്റ് ഈസ് ക്ലിയർ, റൈറ്റ് അല്ലെ? ഈ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ നമുക്ക് ബാക്കി അടുത്തതിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ അത് പഠിച്ചു അല്ലെ? അടുത്ത കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെ? മേജർ ക്യാഷ് ക്രോപ്സ് ഓഫ് 18th സെഞ്ചുറി. സിൽക്ക്, ഓപ്പിയം അല്ലെ, ഇൻഡിഗോ റിവോൾട്ട്, പെപ്പർ ആണ്, ഷുഗർ കെയിൻ ആൻഡ് ടീ. ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെ? മേജർ ക്യാഷ് ക്രോപ്പുകൾ അല്ലെ? നിങ്ങൾ എഴുതുന്ന ഉത്തരത്തില് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ക്രോപ്സിന്റെ പേരൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എക്സാമിനർക്ക് വീണ്ടും നിങ്ങളോട് ഈ കുട്ടിക്ക് കാര്യം കുറച്ചുകൂടി അറിയാം എന്നുള്ള ഒരു ചിന്ത വരുമല്ലോ അല്ലെ? സോ ഇതിന് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് കൊമേഴ്സ്യലൈസേഷൻ. എന്താണ്? ഇൻകം ഇൻസ്റ്റെബിലിറ്റി, നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. ഇൻകം ഇൻസ്റ്റെബിലിറ്റി, exposure to the global markets leading to the revolt. Okay, അതായത് ബേസിക്കലി നമ്മളിപ്പോ കണ്ടു അല്ലെ, ഒരുപാട് നമ്മൾ ഈ റവന്യൂ പോളിസീസ് നമ്മൾ പഠിച്ചു അല്ലെ, ബ്രിട്ടീഷ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ റവന്യൂ പോളിസീസ് അൾട്ടിമേറ്റ്ലി എഫക്ട് ചെയ്യുന്നത് ഫാമേഴ്സിനെയാണ് അല്ലെ? അങ്ങനെ ഈ ഫാമേഴ്സ് ഒരു പരിധിക്കപ്പുറം അല്ലെ, സഹിച്ച് ഒരു പരിധിക്കപ്പുറം എന്ത് ചെയ്തു? ഈ ഫാമേഴ്സ് സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റിംഗ് അല്ലെ? ഇതിനെയാണ് നമ്മൾ പെസന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പെസന്റ് മൂവ്മെന്റ്, നമുക്ക് കുറെ പെസന്റ് മൂവ്മെന്റുകൾ പഠിക്കാനുണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ? ഇതേപോലെ തന്നെ എന്താണ്, ഈ ഫോറസ്റ്റ് ഏരിയയിൽ പോയിട്ട് അല്ലെ, ബ്രിട്ടീഷുകാർ ഇതേ രീതിയിൽ അല്ലെ അവരുടെ റിസോഴ്സസ് ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നു, അവരുടെ പല കാര്യങ്ങളും എഫക്ട് ചെയ്യുന്നു അല്ലെ? അവരുടെ ലാൻഡ് അല്ലെ മറ്റുള്ളവർക്ക് വിൽക്കുന്നു, അവരുടെ ടിമ്പർ എല്ലാം നഷ്ടപ്പെടുന്നു അല്ലെ? അപ്പൊ ഇവിടെ എഫക്ട് ചെയ്യുന്ന ട്രൈബൽസ് ഉണ്ടല്ലോ, ഈ ട്രൈബൽസ് എന്ത് ചെയ്യുന്നു അല്ലെ, ഒരു പരിധിക്കപ്പുറം കഴിയുമ്പോൾ ട്രൈബൽ റിവോൾട്ടുകളായി വരുന്നു അല്ലെ? കാര്യങ്ങൾ കണക്ട് ചെയ്യാം, ഇതാണ് അല്ലെ? ട്രൈബൽ റിവോൾട്ടുകളായി വരുന്നു അല്ലെ? ട്രൈബൽ മൂവ്മെന്റ്സ് അല്ലെ? പെസന്റ് മൂവ്മെന്റ്സും പഠിക്കാനുണ്ട്, ട്രൈബൽ മൂവ്മെന്റ്സും പഠിക്കാനുണ്ട് അല്ലെ? ഇതിനുശേഷം എന്താണ് അല്ലെ, ഇതെല്ലാം ഓരോരോ കോൺസെപ്റ്റുകൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. 1858 ഒക്കെ ആവുന്ന സമയത്ത് എന്തായി അല്ലെ? സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് അല്ലെ? സോഷ്യോ റിലീജിയസ് മൂവ്മെന്റുകൾ വരാൻ തുടങ്ങി അല്ലെ? ബ്രഹ്മസമാജ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ? ഈ ഒരു സമയമാകുമ്പോഴേക്കും അല്ലെ, 1920, 30, 40s എല്ലാവരും പറഞ്ഞ പോലെ സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് അല്ലെ? ഇതും നമുക്ക് പഠിക്കാനുണ്ട്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്. അങ്ങനെ ഇതൊക്കെ കൂടി INC ഫോർമേഷൻ അല്ലെ? INC ഫോർമേഷൻ നമ്മൾ പഠിക്കേണ്ട ഒരു സീക്വൻസ് പറയാണ് അല്ലെ? ഈ ചെറിയ റിവോൾട്ടുകൾ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓരോരോ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റിന്റെ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ദി INC മൂവ്മെന്റ് അല്ലെ? INC മൂവ്മെന്റ് പൂർണ്ണ സ്വരാജ്, കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണ സ്വരാജ് അല്ലെ? ഇതിന്റെ ഇടയിൽ നമുക്ക് 1857 റിവോൾട്ട് അതുകൂടി പഠിക്കാനുണ്ട്. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇനി മോഡേൺ ഇന്ത്യയിൽ പഠിക്കാനുള്ളൂ. പിന്നീട് പേഴ്സണാലിറ്റീസ് ആണ്. ഓക്കെ, ഗാന്ധി, നെഹ്റു എന്നുള്ള പേഴ്സണാലിറ്റീസ് ആണ്. അതൊക്കെ സ്പെക്ട്രത്തിൽ ഇന്ന് ചാപ്റ്റർ റീഡ് ചെയ്യണമെന്ന് ഞാൻ പറയും. അതേപോലെ തന്നെ ഈ പെസന്റ് മൂവ്മെന്റ്, ട്രൈബൽ മൂവ്മെന്റ്, ഇതൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 300-350 പരം ഈ മൂവ്മെന്റുകൾ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ അല്ലെ, ഇത് പഠിക്കാനേ സമയം ഉണ്ടാവും. വേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഫോർ എക്സാമ്പിൾ സന്യാസി റിവോൾട്ട്, ഓക്കെ, പെസന്റ് മൂവ്മെന്റ്സിൽ അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചു പോകുള്ളൂ. അത് ഞാൻ ആദ്യം പറയാം. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സ്പെക്ട്രം റീഡ് ചെയ്യുക. സ്പെക്ട്രത്തിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഡീപ്പായിട്ട് റിവോൾട്ടുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കോസ്റ്റ് ബെനിഫിറ്റ് കുറവാണ്. ഓക്കെ, ഒരു 2 ക്ലാസ്സുകളോട് കൂടി നമുക്ക് മോഡേൺ ഹിസ്റ്ററി കവർ ചെയ്യാം. പിന്നീട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ഭാഗവും നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഞാൻ പഠിക്കണം. ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തരും ക്ലാസ്സിന് ശേഷം. ആ ഹോംവർക്കിന് ശേഷം നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞ ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് റീഡ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ്. ഓക്കെ,
സോ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു സ്ട്രക്ചർ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. നമ്മൾ തുടങ്ങിയതും നമ്മൾ അവസാനിക്കുന്നതും അതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കവർ ചെയ്യും. ഇതാണ് മോഡേൺ ഇന്ത്യ, റൈറ്റ്. Income instability, exposure to global market leading to the revolts. അല്ലെ, ഞാനിപ്പോ പറഞ്ഞു. Bonded labor, exploitation and dependency on middleman, money lender, declining food products, etc. are the negative of this commercialization. അല്ലെ, അതേപോലെ തന്നെ ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. ഗ്രോത്ത് ഓഫ് എക്സ്പോർട്സ് അല്ലെ, ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ട്രേഡ് സർപ്ലസ് ഉണ്ടാവും അല്ലെ. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് ബ്രിട്ടീഷ് ഗവൺമെന്റിനാണെന്നേ ഉള്ളൂ അല്ലെ, ഇന്ത്യൻസിനൊന്നും കിട്ടിയില്ല. ഗ്രോത്ത് ഓഫ് എക്സ്പോർട്സ്, സ്പെഷ്യൽ ആൻഡ് എക്കണോമിക് ട്രാൻസാക്ഷൻ, റീജിയണൽ സ്പെഷ്യലൈസേഷൻ. ഇതാണ് ഇതിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് ദിസ് കൊമേഴ്സ്യലൈസേഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളത് അല്ലെ. പിന്നീട് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ. ടേമുകളുടെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്ങും കോൺസെപ്റ്റുകളും മനസ്സിലാക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ തലയിലുള്ള ഉത്തരങ്ങൾ ചോദ്യ പേപ്പറിലേക്ക് എഴുതുക. Deindustrialization refers to the process of economic change where employment in the manufacturing sector declines due to the economic or political reasons. ഇതാണ് deindustrialization. ഈ ടേം കണ്ടു കഴിഞ്ഞാൽ ഇതായിരിക്കണം നിങ്ങളുടെ ഡെഫിനിഷൻ. Refers to the process of economic change where employment in the manufacturing structures declines due to economic or political reason. അല്ലെ, under the British rule, this decline was a result of അല്ലെ, എന്തൊക്കെയാണ് റിസൾട്ട്? സിമ്പിൾ ആണ്. ഇമ്പോർട്ട് ഓഫ് മെഷീൻസ് മെയ്ഡ് ബ്രിട്ടീഷ് ഗുഡ്സ് അല്ലെ. ബ്രിട്ടീഷ് ഗുഡ്സ് അല്ലെ, അതായത് ബ്രിട്ടീഷ് ഉണ്ടാക്കുന്ന ചീപ്പ് ആയിട്ടുള്ള മെഷീൻ ഗുഡ്സ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അല്ലെ, ആലോചിച്ച് നോക്കൂ, അത് നമ്മുടെ ഇൻഡസ്ട്രിയെ തളർത്തി. ഒരുപാട് ബൾക്കായിട്ട് ചീപ്പ് പ്രൊഡക്റ്റുകൾ വരുന്നു അല്ലെ. അപ്പോ ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റിന് 100 രൂപ, ഒരു ബ്രിട്ടീഷ് പ്രൊഡക്റ്റിന് 10 രൂപ. ഡെഫിനറ്റ്ലി അത് നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റിനെ ബാധിക്കുമല്ലോ അല്ലെ. ഇതാണ് ബേസിക് ആ ഒരു കോൺസെപ്റ്റ് ആണ്. ചീപ്പായിട്ട് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സുകൾ ഇങ്ങോട്ടേക്ക് ബൾക്കായിട്ട് വന്നു. അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡസ്ട്രീസിനെ ബാധിച്ചു. ലോസ് ഓഫ് ട്രഡീഷണൽ ഇന്ത്യൻ ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് സംഭവിച്ചു. എന്താണ് റീസൺസ് ഫോർ ദി ഇൻഡസ്ട്രിയലൈസേഷൻ? ഡിക്ലൈൻ ഇൻ ദി റോയൽ പാട്രണേജ്, ഡിക്രീസ്ഡ് ഡിമാൻഡ് ഓഫ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്, ആർട്ടിഷ്യൻസ് ഫേസ്ഡ് കോമ്പറ്റീഷൻ ഫ്രം മെഷീൻ ഗുഡ് അല്ലെ. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ പറഞ്ഞു വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ. ഡിക്ലൈൻ ഇൻ ദി റോയൽ പാട്രണേജ്, ഡിക്രീസ്ഡ് ഡിമാൻഡ് ഓഫ് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് അല്ലെ. മെഷീൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി കോമ്പറ്റീഷൻ ഉണ്ടാവും അല്ലെ. ഇൻക്രീസ് ഇൻ ദി ട്രേഡ് ഇൻബാലൻസ്, എക്സ്പോർട്ടഡ് ടു ബ്രിട്ടീഷ് വെയർ യൂസ് ടു ക്രിയേറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെ. റോ മെറ്റീരിയൽ എവിടെ കൊടുക്കും? ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് വരും. വിച്ച് വെയർ സോൾഡ് ബാക്ക് ഇൻ ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോകും, ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇൻഡിജിയസ് ടെക്സ്റ്റൈൽസ് വെയർ റീപ്ലേസ്ഡ് ബൈ ബ്രിട്ടീഷ് ഇമ്പോർട്ട്സ് അല്ലെ. നമ്മുടെ ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഇതുമായി എഫക്റ്റഡ് ആയിട്ടുണ്ട്. ചാർട്ടേഴ്സ് ആക്ട് 1813 പ്രൊമോട്ടഡ് വൺ വേ ഫ്രീ ട്രേഡ് ഇമ്പോസിംഗ് ടാരിഫ് ഓൺ ഇന്ത്യൻ ഗുഡ്സ് അല്ലെ. ഇന്ത്യൻ ഗുഡ്സിന് ഭയങ്കരമായിട്ടുള്ള ടാരിഫ് ഇൻക്രീസ് ചെയ്തു അല്ലെ. അവരുടെ ഗുഡ്സിന് അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലാക്ക് ഓഫ് മോഡേൺ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെ. ബ്രിട്ടീഷ് പോളിസീസ് നെഗ്ലക്റ്റഡ് ടെക്നോളജിക്കൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇന്ത്യ, rendering them unable to compete with the British products അല്ലെ. Lack of modern industrialization in India is also considered as a reason. Impact of the railway അല്ലെ. റെയിൽവേസ് വന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇന്ത്യയെ എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റി അല്ലെ. ഇന്ത്യ ഉടനീളം നെറ്റ്വർക്കുകൾ വെച്ചിട്ട് തന്നെ അല്ലെ കുറച്ചുകൂടി എളുപ്പത്തിൽ എക്സ്പ്ലോർട്ട് ചെയ്യാൻ പറ്റി. ഫെസിലിറ്റേറ്റഡ് റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ ഫ്രം റൂറൽ ഏരിയാസ് അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് ഫൈനൽ ഗുഡ്സ് ത്രൂ ഔട്ട് ദി ഇന്ത്യ അല്ലെ. വളരെ പെട്ടെന്ന് അവർക്ക് റോ മെറ്റീരിയൽ ഇന്ത്യൻ വില്ലേജസ് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ചീപ്പ് പ്രൊഡക്ട്സ്, മെഷീൻ മെയ്ഡ് പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് ഉടനീളം കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യാം. ഇമ്പാക്ട് ഓഫ് ദ റെയിൽവേസ് അല്ലെ. റെയിൽവേസിന്റെ കൊണ്ടുവന്നത് തന്നെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറഞ്ഞാല് പറഞ്ഞ പോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് അല്ലെ. എക്സ്പ്ലോയിറ്റേഷൻ. റൂറലൈസേഷൻ, ആർട്ടിഷ്യൻസ് abandoned profession and moved to villages, burden the agriculture sector. നമ്മൾ പറഞ്ഞു അല്ലെ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ലാൻഡ് ഫ്രാഗ്മെന്റേഷൻ, collapse of weavers and artisans. Earlier they were free to sell anything to anybody, but post 1780 they were forced to sell only to British. So it also, these sectors also collapsed. അങ്ങനെ എല്ലാ സെക്ടറും ബ്രിട്ടീഷിന്റെ
ഈ പോളിസിയിൽ കൊലാപ്സ് ആയി മാറുകയും ഇതിനെയാണ് നമ്മൾ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുകയും ചെയ്യുന്നത്. ഇനി ഡീ ഇൻഡസ്ട്രിയലൈസേഷനുമായി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ അല്ലെ, ഇത് തന്നെ ധാരാളമാണ്. നിങ്ങൾ ചുമ്മാ ഒരുപാട് പേജും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തിട്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. 5 മാർക്കിനും 3 മാർക്കിനുമാണ് നിങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ളത്. 3 മാർക്ക് 5 വരി, 5 മാർക്കിന്റെ 14 വരി, ഇത്രയേ എഴുതണ്ടു. ഇത് തന്നെ ധാരാളമാണ്. സോ പഠിക്കുന്ന സമയത്ത് സ്മാർട്ട് ആയിട്ട് പഠിക്കുക. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതാണ്. ഈ PDF ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ റെക്കോർഡിങ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. സോ വൺസ് അഗൈൻ നിങ്ങൾക്ക് ഹോംവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഹോംവർക്ക് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പായി ഈ പെസന്റ് റിവോൾട്ടുകൾ ഉണ്ടല്ലോ, ഈ പെസന്റ് റിവോൾട്ടുകൾ നിങ്ങൾ സ്പെക്ട്രത്തിൽ റീഡ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. എന്നിരുന്നാലും നിങ്ങൾ റീഡ് ചെയ്യുക. ഓക്കെ, അതിന്റെ വർഷവും അതിന്റെ ലീഡേഴ്സും, ഫോർ എക്സാമ്പിൾ സന്യാസി റിവോൾട്ടുകൾ. ഓക്കെ, ജസ്റ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. യെസ്, സന്യാസി റിവോൾട്ട്, റംഗ്പൂർ ദിങ് അപ്സ്ട്രിങ്സ്, പൈക്ക റെബല്യൻ, ഇത് നിങ്ങൾ സ്പെക്ട്രത്തിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. പൈക്ക റെബല്യൻ, കൂക്ക മൂവ്മെന്റ്, ഓക്കെ, കൂക്ക മൂവ്മെന്റ്, ഇങ്ങനെയുള്ള പെസന്റ് റിവോൾട്ടുകൾ നിങ്ങൾ നോക്കണം. ഓക്കെ, പാഗൽ പന്തീസ്, പിന്നെ ഇതിന്റെ റീസൺസ് ആണ് കൂടുതൽ നോക്കേണ്ടത്. റീസൺസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ട്രൈബൽ റിവോൾട്ടുകൾ ഉണ്ട്. ട്രൈബൽ റിവോൾട്ടുകൾ സാന്താൾ റിബല്യൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിന്റെ PDF നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, ട്രൈബൽ റിവോൾട്ടുകളും പെസന്റ് മൂവ്മെന്റ്സിന്റെ ഒക്കെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ പഠിക്കുക. പിന്നീട് നമുക്ക് അടുത്ത സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് ഉണ്ട്, ബ്രഹ്മസമാജം, നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. പിന്നീട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 1857 ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ്. അതിന്റെ റീസൺസ്, കോസസ്, കാര്യങ്ങളാണ്. പിന്നീട് INC ഫോർമേഷനും അതിന്റെ phase 1, phase 2, എക്സ്ട്രീമിസ്റ്റ്, മോഡേണിസ്റ്റുകൾ, പിന്നീട് ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഓൾ ദ വേ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിൽ എക്സാം പെർസ്പെക്റ്റീവിൽ അപ് ടു 80% സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ് ടു 80% പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഓക്കെ, പിന്നീടുള്ളത് നമ്മുടെ പഠിക്കാനുള്ളത് ഗവർണർ ജനറൽമാരാണ്. ഓക്കെ, ഗവർണർ ജനറൽമാരൊക്കെ സ്പെക്ട്രത്തിൽ വളരെ ഭംഗിയായി ലാസ്റ്റ് പേജിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഗവർണർ ജനറൽമാരും അവരുടെ കോൺട്രിബ്യൂഷനും വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. അതും ലിമിറ്റഡ് പോയിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, സ്പെക്ട്രത്തിൽ അവസാനത്തെ പേജ് എടുത്തിട്ട് ഗവർണർ ജനറൽസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് മൈൻഡ് മാപ്പ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ റീഡ് ചെയ്താൽ മതി അല്ലെ. ഗവർണർ ജനറലിന്റെ കോൺട്രിബ്യൂഷൻസ് അതും ഇമ്പോർട്ടന്റ് ആണ് മെയിൻസ് പെർസ്പെക്റ്റീവിൽ. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, മോഡേൺ ഇന്ത്യയിൽ ഒരു 2-3 ലെക്ചർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നാളെയും മറ്റന്നാളും കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നീട് ജിയോഗ്രഫി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ റിവിഷൻ ക്ലാസ് എന്നുള്ള പോലെ മോഡേൺ ഹിസ്റ്ററിയുടെ കുറച്ച് റിവിഷൻ ക്ലാസ്സും MCQ സെക്ഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഒരു കാര്യം കൂടി, നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, PDF-കൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ, KS പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക. റൈറ്റ്, ലിങ്ക് അയച്ചു കൊടുക്കുക. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, സോ മൈ പാർട്ടി ഈസ് ക്ലിയർ. റൈറ്റ്, ഞാൻ പറഞ്ഞത് ആലോചിക്കുക. ഓക്കെ, സ്പെക്ട്രത്തിലെ പെസന്റ് റിവോൾട്ടും ട്രൈബൽ റിവോൾട്ടും നിങ്ങൾ റീഡ് ചെയ്യണം ഇന്ന്. അതിന്റെ PDF ഞാൻ വൈകുന്നേരത്തേനും മുമ്പ് ഇടാം. അതിനു മുമ്പേ നിങ്ങൾ സ്പെക്ട്രത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, സോ കീപ് ലേണിംഗ്, കീപ് സ്റ്റഡിങ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞായറാഴ്ച കാണാം. സോ മെന്റർഷിപ്പ് സെക്ഷൻ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ പോയി കാണുക. സോ ഓൾ ദ ബെസ്റ്റ്, കീപ് ലേണിംഗ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം.